അപ്പോൾ ജസ്റ്റ് നമ്മളെന്താ ഒരു 1.5 ഹവറിനുള്ളിൽ ഈ ചാപ്റ്റർ വേഗം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. അതിൻ്റെ ലോജിക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകാം. ഓക്കെ, പിന്നെ ഇവിടെ എന്തോ ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, നോക്കിക്കോ, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്. 1/4πε0 അല്ലെങ്കിൽ എന്താ k × Q²/√2r² അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവിഷനിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ട് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാണ്. എക്സാമിൽ നല്ല മാർക്ക് തന്നെ എന്താണ് വാങ്ങിക്കാൻ നോക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിൻ്റെ പാർട്ട് 1 അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പറഞ്ഞ ചാപ്റ്റർ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ ഒരുപാട് വർഷം ക്ലാസ് കേട്ടിട്ടുണ്ടാവും. +2 കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ക്രാഷിനും ആയപ്പോൾ കേട്ടിട്ടുണ്ടാവും, റിപ്പീറ്റിന് എന്തായാലും ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ഒരുപാട് വർഷം കേട്ടിട്ടുണ്ട്, ഒരുപാട് വർഷം ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഈ ഒരു റെക്കോർഡഡ് വീഡിയോ വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ചിലതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെന്താ ഒരു 1.5 ഹവറിനുള്ളിൽ ഈ ചാപ്റ്റർ വേഗം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. അതിൻ്റെ ലോജിക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വേഗം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. ചാർജസും ഫീൽഡും അതാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ചാർജ് എന്നുള്ളതിലേക്ക് കിടക്കാം. ചാർജ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ് അല്ലേ. ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താടാ, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്നാൽ ഡയറക്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് എനിക്ക് പറയാം. പിന്നെ ഇതിന്റെ SI യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, അതെന്താണ്, കൂളംബ് ആണ് അല്ലേ. ഇനി ഒരു CGS യൂണിറ്റ് ഉണ്ട്. CGS യൂണിറ്റ് ഉണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? സ്റ്റാറ്റ് കൂളംബ് എന്നൊക്കെ പറയും. സ്റ്റാറ്റ് കൂളംബ് എന്നൊക്കെ പറയും അല്ലേ, നമ്മൾ പറയലുണ്ട് അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു കൂളംബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 × 10⁹ സ്റ്റാറ്റ് കൂളംബ് ആണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. പിന്നെന്താടാ ഇതിന്റെ ഡയമെൻഷൻ, അതൊന്നും ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടി വരില്ല. ഡയമെൻഷനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഡയമെൻഷനൊക്കെ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതിയടാ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതാം അല്ലേ. നമുക്കറിയാം I = Q/T ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ Q = IT ആയിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ നമുക്ക് കിട്ടൂലേ. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താടാ, കറണ്ട് ആണല്ലേ. ഡയമെൻഷൻ A ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ. ഇതായിരിക്കും ഡയമെൻഷൻ വരിക. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ സാധനങ്ങൾ. ഓക്കെ, ഇനി നോക്കിക്കോ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ചാർജ് എന്താടാ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ചാർജ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിക്കുന്ന എന്താ, റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യാത്ത ചാർജുകളെ പറ്റി. ഒരു ബോഡിയിൽ ഇങ്ങനെ റെസ്റ്റിൽ എങ്ങനെ വന്ന് ചാർജസ് നിൽക്കുന്നതിന്റെ ആ ഒരു സംഭവത്തിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ എങ്ങനെയാണ് ഒരു വസ്തുവിന്, ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്, നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്, അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ ഒരു വസ്തുവിന് ചാർജ് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, അപ്പം അതിൽ ആദ്യത്തെ മെത്തേഡാണ് എന്താ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, പരസ്പരം ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കോ, എങ്ങനെയാണ് ഫ്രിക്ഷൻ വഴി ചാർജ് ആവാൻ നോക്കാം. ഇപ്പം പറയാണ് എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, വേറൊരു ബോഡി ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി ഉണ്ടാക്കിയ എന്തുകൊണ്ടാ, ആറ്റങ്ങളെ കൊണ്ട് ഉണ്ടാക്കി അല്ലേ. ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റും എന്താണ്, ഓർബിറ്റ്സിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെയാണല്ലേ, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ബൈൻഡ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലേ, നമ്മൾ ന്യൂക്ലിയസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് നിൽക്കും. പിന്നെ നോക്കിക്കോ, നമുക്ക് എനർജി അറിയാം, എനർജി കിട്ടുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് പുറത്ത് കിടക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഈ രണ്ട് ബോഡിയിലും ഇപ്പം സാധാരണഗതിയിൽ ഇതൊക്കെ ന്യൂട്രലാണ്. ഇപ്പൊ എനിക്ക് ഇതിന്റെ മുകളിൽ ചാർജ് ഫീൽ ചെയ്യുന്നില്ല, ഇതിന്റെ മുകളിലും ചാർജ് ഫീൽ ചെയ്യുന്നില്ല. അതിനൊക്കെയുള്ള കാരണം എന്താ, ഈ ബോഡിയിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് = നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇതിലും നമ്പർ ഓഫ് പ്രോട്ടോൺസ് = നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, എന്നാൽ ഞാൻ ഇവരെ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഇതിന് എനർജി കിട്ടുന്നുണ്ട് അല്ലേ. റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, എനർജി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എനർജി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺ എളുപ്പം കൊടുക്കാൻ പറ്റുന്ന ആള് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ മറ്റേ ബോഡിക്ക് കൊടുക്കും. ഓക്കെ, ഇലക്ട്രോൺ കൊടുത്തു കഴിയുമ്പോൾ ഇവൻ എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് കിട്ടും അല്ലെ. അതായത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നു ഒരു ബോഡിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് പോകുമ്പോൾ ഇവന് പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലെ. ഇലക്ട്രോൺ വാങ്ങിച്ചവൻ എന്ത് കിട്ടും, ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെയാണ് ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്നത്. ഫ്രിക്ഷൻ വഴി എങ്ങനെയാണ് ചാർജ് ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ ഫ്രിക്ഷൻ വഴിയാണ് എന്ത്, ഇങ്ങനെ ചാർജ് ഉണ്ടാക്കാൻ പറ്റും. ഫ്രിക്ഷൻ വഴി ഇങ്ങനെ ചാർജ് ഉണ്ടാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്ലാസ് റോഡും സിൽക്കും പരസ്പരം റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് റോഡിന് എന്ത് കിട്ടൂടാ, പോസിറ്റീവ് ചാർജ് കിട്ടും. സിൽക്കിന് എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഗ്ലാസ് റോഡ് സിൽക്കിന് ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ കൊടുത്താൽ പോസിറ്റീവ്, ഇലക്ട്രോൺ വാങ്ങിച്ചാൽ നെഗറ്റീവ്. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, വൂളും എബണൈറ്റും. വൂള്
എബണൈറ്റ്, ഇവരെ പരസ്പരം റബ്ബ് ചെയ്യുകയാണെങ്കിൽ വൂള് എബണൈറ്റിന് ഇലക്ട്രോണെ കൊടുക്കും. ഓക്കെ, വൂളാണ് പെട്ടെന്ന് ഇലക്ട്രോണെ കൊടുക്കുക. ഓക്കെ, ഈ എനർജി കിട്ടുമ്പോഴേക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൂളിന് പോസിറ്റീവ് ചാർജ് കിട്ടും, എബണൈറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ അതൊക്കെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. എങ്ങനെയാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, എങ്ങനെയാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ വഴി രണ്ട് ബോഡിക്ക് ചാർജ് കിട്ടുന്നത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ നോക്കാം. സിമ്പിൾ സംഭവം നോക്കിക്കേ, ഇതൊരു ബോഡി, ചാർജ് ഒന്നുമില്ല. ഇനി നോക്കിക്കോ, ഇതിന്റെ അടുത്തേക്ക് ഞാനൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ആളെ കൊണ്ടുവരാം. ഇത് പോസിറ്റീവ് അല്ല, വേണ്ട, എന്റെ പോസിറ്റീവോ നെഗറ്റീവ് എന്തായിക്കോട്ടെ. ഓക്കെ, ഞാൻ ഒരു നെഗറ്റീവ് ചാർജുള്ള ബോഡീനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാ നെഗറ്റീവ് ചാർജുള്ള ബോഡീനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് അതിന്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, ഈ നെഗറ്റീവ് ചാർജുള്ള ബോഡീനെ കൊണ്ട് ഞാൻ അതിനെ ടച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടുക? എനിക്ക് നെഗറ്റീവ് ചാർജ് ആ ബോഡിയിലേക്ക് കിട്ടി. എനിക്ക് ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി. ഓക്കെ, എനിക്ക് ആ ബോഡിയിലേക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. അതായത് ഒന്നുമില്ല, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള വസ്തുവിനെ കൊണ്ട് ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെ ടച്ച് ചെയ്യുമ്പോൾ ആ വസ്തുവിന്, ചാർജ് ഇല്ലാത്ത വസ്തുവിന് അതേ ചാർജ് കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അല്ലെ, തൊടാൻ ഉപയോഗിച്ച വസ്തുവിന്റെ ചാർജ് നെഗറ്റീവ് അല്ലെ, ടച്ച് ചെയ്തിട്ട് ആ വസ്തുവിന് കിട്ടിയ ചാർജ് എന്താണ്? നെഗറ്റീവ്. ഓക്കെ, ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ബേസിക്കലി എന്താണ്? ടച്ച് ചെയ്തിട്ട് മറ്റേ വസ്തുവിന് ചാർജ് ഉണ്ടാക്കുക. കഴിഞ്ഞു. ഇനി എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ നോക്കാം. ഓക്കെ, നോക്കിക്കോടാ, ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള റോഡിനെ ഞാൻ കൊണ്ടുവന്നു. ആരടുത്തേക്കാണ് കൊണ്ടുവരുന്നത്? ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, അപ്പൊ അങ്ങനെ നിൽക്കുക. ഓക്കെ, ഇങ്ങനെ ചാർജ് ഇല്ലാത്ത ഒരാളടുത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, ഇതിനെ കുറച്ച് അടുത്തേക്ക് വെച്ചു. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ആളെ കുറച്ച് അടുത്തേക്ക് വെച്ചു. ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് ദൂരെ വെച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോ. അതായത് ഇതിൻ്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ്, ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവിനെ അടുത്തേക്ക്, നെഗറ്റീവിന് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. അതായത് നെഗറ്റീവിനെ ആർക്കാ ഇഷ്ടം? പോസിറ്റീവിന്. അതായത് ഈ ബോഡീന്റെ പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യടാ? ഈ അറ്റത്തേക്ക് വന്ന് നിന്നിട്ടുണ്ടാവും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഒക്കെ ഈ അറ്റത്തേക്ക് പോയി നിന്നിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ നെഗറ്റീവും കിട്ടി. പക്ഷെ ഇതുകൊണ്ടായിട്ടില്ല അല്ലെ. ഈ ബോഡീനെ ഒറ്റ ചാർജ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈ ബോഡീനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുത്ത്. അതിന് നമ്മൾ എർത്ത് ചെയ്യാന്നൊക്കെ വിളിക്കും. എർത്ത് ചെയ്തു, അതായത് ഭൂമിയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു. അങ്ങനെ ഭൂമിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ് അല്ലെ. ഭൂമി എന്താ ചെയ്യുക? ഇലക്ട്രോൺ ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി ഇലക്ട്രോണിനെ കൊടുക്കും, ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ ഇലക്ട്രോൺ ഭൂമി വാങ്ങിച്ചു വെക്കും. ഏതുപോലെടാ, നമ്മൾ ബാങ്കിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് പൈസ ഇല്ലാത്ത നമ്മൾ ലോൺ എടുക്കും, പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തിരിച്ചു കൊടുക്കും അല്ലെ. അതേപോലെ തന്നെ ഭൂമി ഇലക്ട്രോൺ ഇല്ലാത്തവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കുകയും ചെയ്യും, ഇലക്ട്രോൺ ഉള്ള ആൾക്കാരുടെ ഇലക്ട്രോൺ ഭൂമി വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പൊ നല്ല അട്രാക്ഷനില്ല, ഈ നെഗറ്റീവും പോസിറ്റീവും ഇപ്പൊ നല്ല അട്രാക്ഷനില്ല. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്തായാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എർത്ത് ചെയ്തല്ലേ, എർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കടാ? ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഭൂമി എടുക്കും. ഭൂമി എന്താ ചെയ്യുക? ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസിനെ ഭൂമിയിലേക്ക് എടുക്കും അല്ലെ. അങ്ങനെയാണ് ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് പോകും. എനിക്ക് അവസാനം എന്ത് കിട്ടൂടാ? എനിക്ക് അവസാനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഫിയർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഫിയർ കിട്ടി അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ടച്ച് ചെയ്യുന്നില്ല, കുറച്ച് അപ്പുറത്ത് വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക? ചാർജ് ഇൻഡ്യൂസ് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ടച്ച് ചെയ്യാണ്ട് ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ടച്ച് ചെയ്തിട്ട് അതേ ചാർജ് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതാണ് എന്ത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ഇത് ഓർക്കണം. കണ്ടക്ഷൻ ആണെങ്കിൽ ടച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ബോഡിയുടെ ചാർജ് ആയിരിക്കും ലാസ്റ്റ് ആ ബോഡിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇൻഡക്ഷൻ ആണെങ്കിൽ എന്താണ്? അടുത്ത് കൊണ്ടുവെക്കുന്ന ആ ബോഡിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും അവസാനം കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ചാർജ് ചെയ്യാനുള്ള വഴികൾ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താണ്? നമുക്ക് ഇലക്ട്രോസ്കോപ്പ് നോക്കാം. ഇലക്ട്രോസ്കോപ്പ് പറഞ്ഞിട്ട് ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്ന ഡിവൈസ് ആണ് എന്താ? ഇലക്ട്രോസ്കോപ്പ്. നോക്കിക്കോ, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. നോക്കിക്കോ, അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താ? ഒരു ഗ്ലാസ് ജാർ ഉണ്ട്, പിന്നെന്താ? അതിന്റെ മുകളിലേക്കായിട്ട് ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്, അവിടെ നേരെ താഴത്തേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ പോകുന്നുണ്ട്, അതിന്റെ ഏറ്റവും താഴെ എന്താ? 2 ഗോൾഡ് ലീഫ് ഉണ്ട്. ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ഇതൊരു ഇലക്ട്രോസ്കോപ്പ് ആണ്. അപ്പം ഇതിന്റെ അടുത്ത് ഇപ്പൊ ഈ ഗോൾഡ് ഫോയിൽ നിൽക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ അടുപ്പിച്ചാ നിൽക്കുന്നത്. ഓക്കെ, ഇതിന്റെ അടുത്തേക്ക് ഞാൻ നോക്കിക്കോ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള റോഡിനെ കൊണ്ടുവന്നു. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? നിങ്ങൾ പറഞ്ഞോ. ഇവിടെ പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഒക്കെ ഈ അറ്റത്തേക്ക് വന്ന് നിൽക്കും. കാരണം പോസിറ്റീവിനും നെഗറ്റീവിനും ഇഷ്ടം അല്ലേ. നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഒക്കെ ഈ അറ്റത്തും വന്ന് നിൽക്കും. അപ്പൊ പോസിറ്റീവ് ഒക്കെ ഇങ്ങനെ ഈ അറ്റത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് ഫോയിൽ ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല. ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്യും? ഗോൾഡ് ഫോയിൽ റിപ്പൽ ചെയ്യും അല്ലെ. ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിപ്പൽ ചെയ്തിട്ടുണ്ടാവും.
ഗോൾഡ് ഫോയിൽ ഇത് എങ്ങനെ റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നോക്കിക്കോ, ഇപ്പൊ പോസിറ്റീവ് ചാർജ് വന്നപ്പോൾ ഗോൾഡ് ഫോയിൽ എന്തായി, റിപ്പൽ ചെയ്തു. ഇനിയിപ്പോ നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നെഗറ്റീവ് ചാർജ് വരുന്നു, നോക്കിക്കോ, നെഗറ്റീവ് ചാർജ് എവിടെ ഉണ്ട്. അപ്പം ഈ സ്ഫിയർ, ഈ മെറ്റാലിക് സ്ഫിയറിലേക്ക് എന്ത് വരുവാടാ, പോസിറ്റീവ് ഒക്കെ ഈ സൈഡിലേക്ക് വന്ന് നിൽക്കും അല്ലെ. നോക്കിക്കോ, അപ്പം നെഗറ്റീവ് ഒക്കെ എന്തും ചെയ്യും, ഇത് ഈ ഒരറ്റത്ത് വന്ന് നിൽക്കും. അപ്പൊ നെഗറ്റീവ് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഫോയിൽ ഇങ്ങനെയാണോ നിൽക്കുക, അല്ല, അവരും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഇതേപോലെ തന്നെയാവും അല്ലെ. അപ്പൊ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ഒക്കെ ഇലക്ട്രോസ്കോപ്പിന്റെ ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞു തരാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഇലക്ട്രോസ്കോപ്പിന് പറ്റുന്നുണ്ട്. എന്നാൽ അത് ഏത് ചാർജാന്ന് പറഞ്ഞു തരാൻ ഇലക്ട്രോസ്കോപ്പിന് പറ്റില്ല. അപ്പൊ ഏത് ചാർജാന്ന് പറഞ്ഞു തരാൻ പറ്റാത്തതാണ് ഇതിന്റെ എന്താടാ, ഡീമെറിറ്റ്. ഇനി നമുക്ക് ചാർജിന്റെ പ്രോപ്പർട്ടികളിലേക്ക് കിടക്കാം. പ്രോപ്പർട്ടികൾ, ഓക്കെ. അപ്പൊ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് ആദ്യം വരുന്നത്. എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടിയുടെ? അഡിറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിൽ നോക്കിക്കോ, ഇവിടെ ഒരു 2 കൂളംബ് ഉണ്ട്, ഇവിടെ ഒരു 3 കൂളംബ് ഉണ്ട്, ഇവിടെ ഒരു -1 കൂളംബ് ഉണ്ട്, ഇവിടെ എന്താണ്, ഇവിടെ ഒരു 4 കൂളംബ് ഉണ്ട് വിചാരിക്കും. അപ്പം ഈ ബോഡിന്റെ നെറ്റ് ചാർജ് പറഞ്ഞാൽ ഓൾജിബ്രായിക് സം ഓഫ് ഓൾ ദ ചാർജസ് ആണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വസ്തുവിലുള്ള ടോട്ടൽ ചാർജ് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ സമ്മാണ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ബോഡിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞോ, 2 + 3 + 4 + -1 അല്ലേ. അപ്പൊ എത്ര ഞങ്ങൾക്ക് ആൻസർ വരിക? 2 3 5 ആയി, ഇത് എത്ര 9 ആയി 8. അപ്പൊ 8 കൂളംബ് ആയിരിക്കും ഈ ബോഡിന്റെ ചാർജ്. ഇതാണ് എന്ത്, അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞു തരുന്നത്. ചാർജിനൊക്കെ എങ്ങനെ ആഡ് ചെയ്തിട്ട് എഴുതിയിട്ട് നമുക്ക് ആ ബോഡിന്റെ ടോട്ടൽ ചാർജ് കിട്ടും. ഇനി അടുത്ത എന്താണ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് Q = +or - NE. Q = +or - NE. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ആലോചിച്ച് നോക്ക്. ഇവിടെ ചാർജ് ഉള്ള അല്ലെ, ഒരു വസ്തുവിലുള്ള ചാർജ് അല്ലെങ്കിൽ ഒരു വസ്തുവിലുള്ള ചാർജ് അല്ലെങ്കിൽ ഒരു വസ്തുവിന് കിട്ടുന്ന ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലൊക്കെ വരുന്ന ഡെഫിനിഷന്റെ ഐഡിയ കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്നിന് വരാൻ പറ്റുന്ന വാല്യൂസ് പറഞ്ഞാൽ 1 2 3, അതായത് ഇന്റിജർ വാല്യൂസ് ഒക്കെ പറ്റും, ടിൽ ഇൻഫിനിറ്റി വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു കടയിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, മുട്ടായി വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾ 1 മുട്ടായി 2 മുട്ടായി 3 മുട്ടായി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാം. ആരെങ്കിലും പോയിട്ട് 1.5 മുട്ടായി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു അരേന്റെ കണക്കൊന്നും വരൂല. അതാണ് ഇതിന്റെ അർത്ഥം. നോക്കിക്കോ, ഇപ്പൊ പറയുകയാണെങ്കിൽ ബേസിക് ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ബേസിക് ചാർജ് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു വസ്തുവിന് കിട്ടുന്ന ചാർജ് അല്ലെ കൊടുക്കുന്ന ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ സാധനങ്ങളൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതൊരു ബോഡിയാണ്. ഈ ബോഡിക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഈ ബോഡിക്ക് 3.2 × 10⁻⁻⁻⁹ എന്നുള്ള ചാർജ് വരാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കൂളംബ് ചാർജ് ഉണ്ടാവാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയാ അത് പറ്റൂല നോക്കുക. പറ്റില്ല ഒന്നുമില്ലടാ. Q = NE നോക്കുക. എന്നിട്ട് N ഒന്ന് നോക്കി നോക്ക്. എത്ര N നോക്കുക. N = Q/E. ചാർജ് എത്ര? ഈ ബോഡിന്റെ ചാർജ് ഇപ്പൊ ഞാൻ എഴുതി എത്ര? 3.2 × 10⁻⁻⁹ ബൈ ഇലക്ട്രോണിന്റെ ചാർജ് എന്താടാ? 1.6 × 10⁻⁻⁹. അത് ചെയ്ത് നിങ്ങൾക്ക് എത്ര എന്നിന്റെ വാല്യൂ കിട്ടുക? 2 അല്ലേ. അപ്പൊ എന്നിന്റെ വാല്യൂ 2 പോസിബിൾ അല്ലേ? 2 കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ബോഡിക്ക് ഈ ഒരു ചാർജ് എന്താണ് വരാൻ പറ്റും. ഈ ബോഡിക്ക് ഇങ്ങനത്തെ ഒരു ചാർജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചാർജ് ഒരു ബോഡിക്ക് എക്സിസ്റ്റ് ചെയ്യും. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നോക്കിക്കോ, ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് 2.4 × 10⁻⁻⁹ കൂളംബാ. ഇങ്ങനെ ഒരു ചാർജ് ഈ ബോഡിക്ക് എക്സിസ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാർജ് ഒരു ബോഡിക്ക് ഉണ്ടാവാൻ പറ്റുമോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ നോക്കുക. Q = NE ചെയ്ത് നോക്കുക. അങ്ങനെയാണ് N = Q/E അല്ലേ. ഓക്കെ, Q എത്രയാടാ? ഈ ബോഡിക്ക് ഞാൻ പറയുന്ന ചാർജ് എത്രയാ? ഇത്ര ചാർജ് ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങളോട് ചോദിച്ചതാ. അപ്പൊ Qന്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2.4 × 10⁻⁻⁹ ബൈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻⁹. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? ഇത് രണ്ടും കട്ടായി പോയി. പിന്നെ ഉള്ളത് 24/16. 24/16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് /4/4 ചെയ്യാം അല്ലെ. അപ്പൊ 6/4 കിട്ടും. അതായത് 3/2 കിട്ടും. അതായത് എന്നിന്റെ വില 1.5 കിട്ടും. അപ്പൊ ഈ ഒരു ചാർജ് പോസിബിൾ ആണോ? പറ്റൂല അല്ലെ. അരേന്റെ കണക്കോ അല്ലെ കാലിന്റെ കണക്കോ ഒന്നുമില്ല. ഇങ്ങനെ ഇന്റിജർ വാല്യൂ വരാൻ പറ്റുള്ളൂ. അപ്പം ഒരു ബോഡിക്ക് ഈ ഒരു ചാർജ് കിട്ടുക ഇമ്പോസിബിൾ ആണ്. ഇങ്ങനത്തെ ഒരു ചാർജ് കിട്ടൂല. ഐഡിയ മനസ്സിലായോ? ഇതാണ് ഈ ക്വാണ്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ്? നമുക്ക് അറിയുന്ന സംഭവം അല്ലെ. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമുക്ക് ചാർജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്തായിരുന്നു? കൂളംസ് ലോ. എന്താണ് കൂളംസ് ലോ നോക്കാം. ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാത്ത ആൾക്ക് വരെ കൂളംസ് ലോ എന്നുള്ള പേര് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടോ അല്ലെ. അപ്പൊ എന്താണ് കൂളംസ് ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
രണ്ട് പോയിന്റ് ചാർജ് ഉണ്ട്, രണ്ട് പോയിന്റ് ചാർജ്. ലെറ്റ്സ് സേ എന്താണ് Q1 ഉം Q2 രണ്ട് ചാർജ്, ഇതാ പോയിന്റ് ചാർജ്, രണ്ട് ചാർജ് ഉണ്ട് Q1 ഉം Q2. അപ്പൊ ഇവരൊരു R ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഐഡിയ പറഞ്ഞിരുന്ന ലോ ആണ് എന്ത്? കൂളംസ് ലോ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു ഫിഗർ അതുണ്ടാ, നോക്കിക്കോ, A എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, B എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എയിൽ ഒരു Q1 ചാർജ് ഉണ്ട്, ബിയിൽ ഒരു Q2 ചാർജ് ഉണ്ട്. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊന്നും കൂടെ കറക്റ്റ് ആക്കി എഴുതുകയാണെങ്കിൽ F ഇസ് ഈക്വൽ ടു K Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. അതായത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എനിക്കൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് ആണ് K. Kന്റെ പേരാണ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇത് ഈ ഇക്വേഷനുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? F ഇസ് ഈക്വൽ ടു K Q1 Q2 ബൈ R സ്ക്വയർ. ഇനി ഈ K എന്താന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട, എന്താണ് സിമ്പിളാ. Kന്റെ യൂണിറ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ Kനെ ഈ സൈഡിൽ നിർത്തുക, Kനെ ഒരു സൈഡിൽ വെക്കുക, ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി നോക്കാം. K ഇസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? FR സ്ക്വയർ ബൈ Q1 Q2 എന്ന് കിട്ടും അല്ലേ? K ഇസ് ഈക്വൽ ടു FR സ്ക്വയർ ബൈ Q1 Q2 എന്ന് കിട്ടും. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. പിന്നെ R സ്ക്വയർ അതിന്റെ കൂടെ പോകില്ലേ, അപ്പൊ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ Q1 Q2. Q1 ഉം Q2 എന്താ? ചാർജ് ആണല്ലേ, അപ്പൊ കൂളം ഇൻറ്റു കൂളം സ്ക്വയർ വരും. അപ്പൊ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ കൂളം സ്ക്വയർ അല്ലെ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ അല്ലെ, അത് യൂണിറ്റ് കിട്ടി. ഈ ഡയമെൻഷൻ ആണെങ്കിലും അതേപോലെ തന്നെ നോക്കുക അല്ലെ. ഫോഴ്സ് ആണെങ്കിൽ mL/T⁻² വന്നു, R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാ, അപ്പൊ L സ്ക്വയർ വന്നു അല്ലെ. പിന്നെ Q1 Q2 അതിന്റെ രണ്ടിനും ഡയമെൻഷൻ നമുക്കറിയാം, എന്താണ്? Q എന്ന് പറഞ്ഞാൽ 80 ആണ്, അപ്പോൾ 80 × 80 വരും ഇവിടെ. ഓക്കെ, അത് ഡിനോമിനേറ്ററിലൊക്കെ പോയിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? mL³ T⁻⁴ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ചെയ്ത് നോക്കണ്ട, നമുക്ക് ടൈം കുറേ വേസ്റ്റ് ആവും. ഓക്കെ, ഇനി അടുത്തത് ഇത്രയും കഴിഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? F ഇസ് ഈക്വൽ ടു K Q1 Q2 ബൈ R സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പൊ Kന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇപ്പൊ ഓർക്കുക, നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും 1/4πε0 എന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് F ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഫോഴ്സ് രണ്ട് പോയിന്റ് ചാർജുകൾ എയറിലോ വാക്യൂത്തിലോ വെക്കുകയാണെങ്കിലാണ് നമ്മൾ 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. എന്താണ്? രണ്ട് ചാർജുകൾ എയറിലോ വാക്യൂത്തിലോ വെക്കുകയാണെങ്കിലാണ് F ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഈ ε0 എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, 8.85 × 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, അങ്ങനത്തെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ 1 ഒരു കോൺസ്റ്റന്റാ, 4 ഒരു കോൺസ്റ്റന്റാ, π ഒരു കോൺസ്റ്റന്റാ, ε0 ഇപ്പൊ എന്താണ്? ഒരു കോൺസ്റ്റന്റാ. ഈ കോൺസ്റ്റന്റ് ഒക്കെ കൂടെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 9 × 10⁻9 Q1 Q2 ബൈ R സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എന്താ? ഫോഴ്സ് ഇൻ എയർ, അതായത് രണ്ട് പോയിന്റ് ചാർജുകൾ എയറിൽ വെക്കുകയാണെങ്കിൽ, R ഡിസ്റ്റൻസിൽ എയറിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാക്യൂത്തിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, എന്നാൽ മീഡിയം ആണെങ്കിൽ ഇവിടെ ε0 അല്ല വരിക, എപ്സിലോണാ വരിക, അതായത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയ വരിക. നോക്കാം, F മീഡിയം ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ R സ്ക്വയർ. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ഈ ε0 എപ്സിലോണും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ε0 എപ്സിലോണും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഓക്കെ, നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ε0 റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിനെ തന്നെയാണ് എന്ത് വിളിക്കുക? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K എന്നൊക്കെ കേട്ടില്ല, നമ്മൾ റേ ഒപ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിന് എനിക്ക് വേണമെങ്കിൽ നോക്കിക്കോ, ε0 എന്നൊരു ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിന് ε0 × K എന്ന് ഇക്വേഷൻ എഴുതാം അല്ലെ? ഞാൻ രണ്ട് ഇക്വേഷൻ എനിക്ക് ഉണ്ടാക്കിയെടുത്തൂടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഈ ജസ്റ്റ് നിങ്ങൾ Kന്റെ കുറച്ച് മീഡിയം അല്ലെങ്കിൽ കുറച്ച് സാധനത്തിന്റെ K അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യണം? അറിഞ്ഞു വെക്കണം. നോക്കിക്കോ, K വാക്യൂം അല്ലെങ്കിൽ എയർ ആണെങ്കിൽ അത് 1 ആയിരിക്കും. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാക്യൂം അല്ലെങ്കിൽ എയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 1 ആയിരിക്കും. എന്നാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അത് 81 ആണ്. മെറ്റൽസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇനി നോക്കിക്കോ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് എന്താ?
ജസ്റ്റ് ഈ ഫോഴ്സ് ഇൻ മീഡിയം ഫോഴ്സ് ഇൻ എയറും എങ്ങനെയാ റിലേറ്റ് ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോ, ഫോഴ്സ് ഇൻ എയർ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് എന്ത്? ഫോഴ്സ് ഇൻ എയർ അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ വാക്യൂം ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് 1/4πε0 Q1 Q2/r², അല്ലെ? ഇനി ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4πε Q1 Q2/r². ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഈ എപ്സിലോണിനെ ഞാൻ നോക്കിക്കോ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. K∈0 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എനിക്ക് എന്താ കിട്ടുക? 1/4π എപ്സിലോണിന് പകരം ആര് വന്നു? K∈0 വന്നു അല്ലേ? ഇതാ K∈0 വന്നു ഇൻറ്റു Q1 Q2/r² വന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോളാം, ഇത്രയും ഭാഗം എന്താ? 1/4πε0 Q1 Q2/r². ഇത്രയും ഭാഗം എന്താ? ഫോഴ്സ് ഇൻ എയർ അല്ലേ? അപ്പൊ എനിക്ക് കിട്ടി ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ബൈ K അല്ലേ? ഇതാ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ബൈ K. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, അതായത് ഇപ്പം 2 പോയിന്റ് ചാർജ് ഉണ്ട് എൻ്റെ അടുത്ത്, Q1 Q2. ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് R ഡിസ്റ്റൻസിലാണ്. ഇപ്പൊ എയറിൽ നിൽക്കുമ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എഫ് ആണ്. ഞാൻ ചോദിക്കുക, ഇതേ അറേഞ്ച്മെന്റ് ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു, ഇതേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതേ ചാർജ് ഒക്കെ ഇതേ അറേഞ്ച്മെന്റ് ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞേ? ഇപ്പം എയറിൽ ഉണ്ടായിരുന്ന ഫോഴ്സ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. അപ്പൊ എത്രയായിരിക്കും ആൻസർ വരിക? ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ അറിയാം, എത്രയാ? 81 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടറിലേക്ക് ഞാൻ ഈ 2 ആൾക്കാരെ ഇറക്കി വെച്ചപ്പം എത്രയായിരിക്കും ഫോഴ്സ് ആയിട്ടുണ്ടാവടാ? എയറിലുള്ള ഫോഴ്സ് എഫ് ആയിരുന്നു, F/81 ആയിരിക്കും അല്ലെ? F/81 ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. 2 ചാർജ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇവർക്കിടയിലുള്ള ഇപ്പോ R ഡിസ്റ്റൻസിലാണ് അവർ നിൽക്കുന്നത്, ഇവരുടെ സെന്റേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് R ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ ഉള്ള ഫോഴ്സ് എഫ് ആണ്. ഞാൻ ഇവരുടെ ഇടയിലേക്ക് ഒരു മീഡിയം കൊണ്ടുവന്നു, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ഫോഴ്സ് എത്ര ആയിട്ടുണ്ടാവും പറഞ്ഞേ? അത് നേരത്തെ ഫോഴ്സ് ആയ എഫ് ബൈ ദ ന്യൂ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാ? 4. അപ്പൊ F/4 ആയിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? അടങ്ങി നോക്കിക്കോളാം. ഫോർ എഫ് എയർ ഇസ് ഈക്വൽ ടു എഫ് മീഡിയം. അതായത് ഇപ്പൊ ഫോഴ്സ് ഇൻ എയർ 2 ചാർജുകൾ എയറിൽ വെച്ചു, അതേപോലെ തന്നെ അടുത്ത് മീഡിയത്തിൽ വെച്ചു. അങ്ങനെയാണ് 2 ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ മീഡിയത്തിൽ ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ എയറിൽ ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കാം. അല്ലെ മീഡിയത്തിൽ ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എയറിലുള്ളതിന്റെ എത്ര ടൈംസ് ആയിരിക്കും? അങ്ങനത്തെ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഓർത്ത് വെച്ചോ, R മീഡിയം ഇസ് ഈക്വൽ ടു R എയർ അല്ലെങ്കിൽ R വാക്യൂം ബൈ √K. ഇതും കൂടെ ഓർത്ത് വെച്ചു. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താടാ? ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എഫ് എയറും എഫ് മീഡിയം ഈക്വൽ ആക്കിയിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും. നോക്കിക്കോ, എഫ് എയർ എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/R എയർ അല്ലെങ്കിൽ വാക്യൂം സ്ക്വയർ അല്ലെ? നോക്കിക്കോ, അതേപോലെ എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ 1/4πε0 K ഇൻറ്റു എന്താണ് ഇവിടെ എന്താ? R മീഡിയം സ്ക്വയർ Q1 Q2 അല്ലെ? അപ്പൊ ഇത്രയും ഭാഗം രണ്ടുപേർക്കും സെയിം 1/4πε0 Q1 Q2 ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, R എയർ സ്ക്വയർ ഇസ് ഈക്വൽ ടു K ഇൻറ്റു R മീഡിയം സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ് R മീഡിയം ഇസ് ഈക്വൽ ടു R എയർ ബൈ √K നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇനിയിപ്പോ നോക്കിക്കോടാ, ഇതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ കുറെ റിലേഷൻസ് അല്ലെങ്കിൽ കുറെ ബന്ധങ്ങളുണ്ട്. അതായത് ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? ഒരു കൺസർവേറ്റീവ് ഫോഴ്സാ. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സാ. പിന്നെ ഇതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്, ഇതും സെൻട്രൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്ത് തന്നെയാണ്? സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പൊ കുറെ എന്താണ് റിലേഷൻസ് അല്ലെങ്കിൽ എന്താണ് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ ഡിഫറൻസ് വരുന്നത് എന്തായിരിക്കും? ചിന്തിച്ചു നോക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു അല്ലെ? വെറും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു അല്ലെ? 2 മാസുകൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും പരസ്പരം എന്തായിരുന്നു ചെയ്യുക? അട്രാക്ട് ആയിരുന്നു ചെയ്യുക. എന്നാൽ ഇവിടെ അങ്ങനെ ആവണം നിർബന്ധമില്ല അല്ലെ? ഇവിടെ ചാർജുകൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അല്ലെ? ഇപ്പൊ 2, അതായത് ഇപ്പൊ ലൈക്ക് ചാർജ് വന്നു വിചാരിക്കും, ലൈക്ക് ചാർജ് അതായത് എന്താണ്? 2ഉം പോസിറ്റീവ് അല്ലെ 2ഉം നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അൺലൈക്ക് ചാർജ് വന്നു വിചാരിക്കും, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും വന്നു വിചാരിക്കും. അപ്പൊ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ഓൺലി അട്രാക്റ്റീവ് ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു? ഇവിടെ അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആവാം. പിന്നെ വേറൊരു ഡിഫറൻസ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. അതായത് ഇപ്പം 2 മാസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 മാസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതേ അറേഞ്ച്മെന്റ് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് R ഡിസ്റ്റൻസിലാണ് വെച്ച് ഇനി ഇതേ അറേഞ്ച്മെന്റ് ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിലും അപ്പൊ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നേരത്തെ ഉണ്ടായ ഫോഴ്സ് തന്നെയായിരിക്കും. അതായത് എയറിൽ വെച്ചപ്പോൾ ആ 2 മാസുകളും ഒരു R ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇനി നേരെ എടുത്ത് ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിലും അത് ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴും നേരത്തെ എയറിൽ ഉണ്ടായിരുന്ന അതേ ഫോഴ്സിനായിരുന്നു ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാലും ഉണ്ടാകുക. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ എങ്ങനെയാണ്? ഇപ്പൊ എയറിൽ നമുക്കിപ്പോൾ 2 ചാർജ് വെച്ചിട്ടുണ്ട് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് R. അങ്ങനെയാണ് അവിടെ കിട്ടിയ ഫോഴ്സ് എഫ് ആണെങ്കിൽ മീഡിയത്തിലേക്ക് വെക്കുമ്പോൾ കുറയും. എത്ര ടൈംസ് ആയിട്ട് കുറയൂടാ? അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനോട് ഡിവൈഡ് ചെയ്യുന്ന ഇത്രയുമായിട്ട് ഫ്രാക്ഷൻ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ചോദിക്കോടാ, ഇതിന്റെ ഡയറക്ഷൻ ഉണ്ട്, അതായത് ഫോഴ്സ് അല്ല, ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ നമുക്ക് ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ വെക്ടർ ഫോമും കൂടെ അറിഞ്ഞു വെക്കണം. ഓക്കെ, വെക്ടർ ഫോമിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. എന്താണ് വെക്ടർ? വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡയറക്ഷൻ പറഞ്ഞിട്ട് സംഭവം അല്ലേ? അപ്പൊ നോക്കിക്കോ, ഞാനിതാ നോക്കിക്കോ, ഇവിടെ 2 ചാർജ് എടുത്തിട്ടുണ്ട്, Q1 Q2.
Q1 Q2 രണ്ടിന്റെയും സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത് 6. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണെന്താ നോക്കിക്കോ. ഇപ്പോൾ നോക്കിക്കോ, ഇത് ഒരു ചാർജ് ആണ്, ഇത് ഒരു ചാർജ്. നിങ്ങൾ വിചാരിച്ചു രണ്ടും എന്താണ് ലൈക്ക് ചാർജ് ആയിരിക്കും, അതായത് രണ്ടും ഒന്നിലെ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ രണ്ടും ഒന്നിലെ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോടാ, ഇപ്പം ഫോഴ്സിന്റെ നമുക്ക് ഡയറക്ഷൻ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് വെക്ടർ എന്ന് എഴുതിക്കൂടെ? എഫ് വെക്ടർ എന്ന് എഴുതാം അല്ലെ, എനിക്ക് ഡയറക്ഷൻ വേണം. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോഴ്സിന്റെ ഇക്വേഷൻ്റെ കൂടെ ഒരു യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ, നമുക്ക് അറിയുന്ന ഇക്വേഷൻ. അതിന്റെ കൂടെ എന്താടാ ഒരു യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് ആ ഡയറക്ഷന്റെ ഐഡിയ കിട്ടും അല്ലെ. അപ്പോൾ എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ. അപ്പൊ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വെക്ടർ ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, അതായത് ആ ഗിവൺ വെക്ടർ ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താലാണ് എനിക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുക. അങ്ങനെയാണ് എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇതിന് പകരം എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കിക്കോ, ഇതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ ബൈ ആർ അല്ലേ, അതിന് മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത്. അതിനാൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഇങ്ങനെ എഴുതാലോ, എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു കെ Q1 Q2 ഇൻറ്റു ആർ വെക്ടർ ബൈ ആർ ക്യൂബ് അല്ലേ. അപ്പൊ വെക്ടറിന്റെ ടേംസിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എഴുതാം അല്ലെ, ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കോ, ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാം. നോക്കിക്കോടാ, ഇപ്പം ഇവിടെ Q2 ചാർജ് ഉണ്ട് അല്ലെ, Q2 ചാർജ് ഉണ്ട്. ഈ Q2 ചാർജ് ലൈക്ക് ചാർജ് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്, നിങ്ങൾ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇവിടെ Q2ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം Q1 ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, Q1 പോസിറ്റീവ്, Q2 പോസിറ്റീവ്. നോക്കിക്കോ, ഇപ്പൊ Q2ന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. എന്ത് ഫോഴ്സ് ആയിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിക്കോ. നോക്കിക്കോ, ഫോഴ്സ് ഓൺ 2/1, അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ 2/1, അതാണ് ഇപ്പൊ ഞാൻ കാണാൻ പോകുന്നത്. നോക്കിക്കോ, F21 ഫോഴ്സ് ആക്ടിങ് ഓൺ 2/1 ഇസ് ഈക്വൽ ടു, നോക്കിക്കോടാ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? കെ Q1 Q2 ബൈ ആർ സ്ക്വയർ മാഗ്നിറ്റ്യൂഡായി. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞേ? ഈ 2-ല് 1 ഫോഴ്സ് ആക്ട് ചെയ്യല്ലേ അല്ലെ, 2-ല് 1 ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കടാ? ഇങ്ങോട്ടല്ലേ, 1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, R12, ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ F21 ഫോഴ്സ് ആക്ടിങ് ഓൺ 2/1 അല്ലെങ്കിൽ ഡ്യൂ ടു 1 ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്. അപ്പൊ എനിക്ക് ഇതിന്റെ ഡയറക്ഷൻ കിട്ടി അല്ലെ, ഡയറക്ഷൻ ഞാൻ അവിടെ എഴുതി. ഇതേപോലെ നോക്കിക്കോ, ഈ 1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കോ, 1-ല് 2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എനിക്ക് ഇങ്ങനെ എഴുതാം, F12 ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2 ഇസ് ഈക്വൽ ടു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? കെ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? 1-ല് 2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, 1-ല് 2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലെ, റിപ്പൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ R21 അതാ. അപ്പം F12 കെ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇൻറ്റു R21 ക്യാപ് അല്ലെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഡയറക്ഷൻ അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കോളാം, ഈ F12ഉം F21 നോക്കിക്കോ, F12 ഇസ് ഈക്വൽ ടു F21 എന്ന് എനിക്ക് എഴുതാം മാഗ്നിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ അല്ലെ. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താ? സെയിം അല്ലെ. എന്നാ ഡയറക്ഷൻ ഓപ്പോസിറ്റാ അല്ലെ. F21ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, F21ന്റെ ഡയറക്ഷൻ നമുക്കറിയാം, അത് അങ്ങോട്ടാണെങ്കിൽ F12ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ അല്ലെ. അപ്പൊ ഡയറക്ഷൻ ഓപ്പോസിറ്റാ. അങ്ങനെയാണ് F12 മൈനസ് F21 എന്ന് എഴുതി കൂടറാ. അങ്ങനെയാണ് എനിക്ക് പറയാം ഈ ഫോഴ്സ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് അല്ലെ. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജ്. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താ പറഞ്ഞേ? ഒരു Q1 ഉണ്ട്, ഒരു Q2 ഉണ്ട്. ഈ Q1 കാരണം Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര അല്ലെ, Q2 കാരണം Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര, അത്ര നമ്മൾ നോക്കിയിട്ടുള്ളൂ അല്ലെ. അതായത് ഒരു ചാർജ് കാരണം മറ്റേ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകണം എന്താ? ഒരു സിസ്റ്റം ഓഫ് ചാർജ് അല്ലെ, ഒരുപാട് ചാർജ് ഉണ്ട് വിചാരിക്കും. ആ ഒരുപാട് ചാർജ് കാരണം ഒരു ചാർജിന് ഉണ്ടാവുന്ന ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇതിന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നൊക്കെ വിളിക്കും. ഓക്കെ, നോക്കിക്കോടാ, ഇവിടെ ഒരു Q എന്ന് പറഞ്ഞ ചാർജ് കാണുന്നുണ്ടല്ലോ. ഇവിടെ Q1 കാണുന്നുണ്ട്, ഇവിടെ Q2 കാണുന്നുണ്ട്, ഇവിടെ Q3 കാണുന്നുണ്ട് അല്ലെ. ഇനി എത്ര ചാർജ് ഉണ്ടോ അതൊക്കെ നമുക്ക് എഴുതാം. Q1 Q2 Q3 Q4 Q5 എന്താ Qn വരെയൊക്കെ എഴുതാം. ഓക്കെ, അത്രയും ചാർജ് ഉണ്ടെങ്കിൽ അല്ലെ. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഒരു ചാർജ് Q ഉണ്ട് ഇവിടെ സെന്ററിൽ അല്ലെ. അപ്പോൾ ഇവൻ ആരൊക്കെ കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും? ഈ Q1 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, Q2 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, Q3 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഓരോ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഇല്ലവന് അതിന്റെ വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ആൾക്കാർ കാരണം ഉണ്ടാവുന്ന ഫോഴ്സിന്റെ വെക്റ്റർ സം ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതായത് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എഫ് വെക്റ്റർ അതായത് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു F1 വെക്റ്റർ പ്ലസ് F2 വെക്റ്റർ പ്ലസ് F3 വെക്റ്റർ പ്ലസ് ഇനി ഒരുപാട് n നമ്പർ ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ Fn വെക്റ്റർ വരെ എനിക്ക് എഴുതാം അല്ലെ. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഐഡിയ. ഇതിപ്പോ നിങ്ങൾ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, സംഭവം സിമ്പിളാ. ഓക്കെ, അപ്പൊ നിങ്ങൾ വെക്ടേഴ്സിന്റെ ഒരു ഐഡിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് വെക്ടർ അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്ടേഴ്സിന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, ശ്രദ്ധിച്ചോ. ഇപ്പം
രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താ പറയുക, എ ബി വെക്ടേഴ്സ്. ഓക്കെ, ഇവരുടെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ ഉണ്ട് വിചാരിക്കും. അങ്ങനെയാണ് ഇവരുടെ റിസൾട്ടന്റ് എങ്ങനെയാണ് √(a² + b² + 2ab cos θ അല്ലെ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ പോവാ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇപ്പം രണ്ട് വെക്ടർ ഉണ്ട്, എന്താ രണ്ട് വെക്ടർ ഉണ്ട്. ഓക്കെ, ഈ ഞാൻ പറയാ ഇവനും എഫ് ആണ്, ഇവനും എഫ് ആണ്. നിക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോ. നോക്കിക്കടാ, രണ്ട് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, രണ്ട് ഈക്വൽ ഫോഴ്സ് ഉണ്ട് വിചാരിക്കും. രണ്ട് ഈക്വൽ ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇവരുടെ റിസൾട്ടന്റ് എത്രയായിരിക്കും അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ അതേപോലെ രണ്ട് ഫോഴ്സ് ഉണ്ട്, എഫ് ഫോഴ്സ്, രണ്ട് ഫോഴ്സ് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. അങ്ങനെയാണ് ഇവരുടെ റിസൾട്ടന്റ് എത്രയായിരിക്കും? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ട് ഈക്വൽ ഫോഴ്സ് ഉണ്ട്, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 120 ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, അല്ലെങ്കിൽ എന്താ അതിന്റെ റിസൾട്ടന്റ് എത്രയായിരിക്കും? ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുക. ഇതിപ്പോ നമ്മൾ സോൾവ് ചെയ്യാണ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ √(a² + b² + 2ab cos θ അല്ലെ. അതേപോലെ ഇത് സോൾവ് ചെയ്യാണ് എനിക്ക് കിട്ടുക √(f² + f² + 2ff cos 60 അല്ലെ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടാൻ പോണത് √3f ആണ്. ഓക്കെ, രണ്ട് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ 60 വന്നാൽ എനിക്ക് √3f എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കോ, എന്താണ് രണ്ട് ഈക്വൽ ആയിട്ടുള്ള എഫ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്, ഇടയിലുള്ള ആംഗിൾ 90. അങ്ങനെയാണ് എനിക്ക് √2f എന്ന് എഴുതാം. ഇനി നോക്കിക്കോ, രണ്ട് ഈക്വൽ ഫോഴ്സ് എഫ് അല്ലെ, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 120 ആണ്, എനിക്ക് എഫ് എന്നാണ് അതിന്റെ റിസൾട്ടന്റ് കിട്ടാൻ പോണേ. അപ്പൊ ഇത്രയും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇനി സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇത് നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനൊരു 3 ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്താ അതിന്റെ ഫുൾ ഐഡിയ നിങ്ങൾക്ക് തരാം. നോക്കിക്കോ, അപ്പം നമ്മൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് കാണുന്നില്ല, ഇവിടെ ഒരു എ കാണുന്നുണ്ട്, ഇവിടെ ഒരു എ കാണുന്നുണ്ട്, ഇവിടെ ഒരു എ കാണുന്നുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള നെറ്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞു. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നിങ്ങൾ കാണാൻ പറഞ്ഞു. അതാണ് നിങ്ങൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിക്കോ, ഞാൻ നിങ്ങളോട് പറയാം, ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? ചിന്തിക്കണം ആദ്യം തന്നെ. നോക്കിക്കോ, എയിലുള്ളത് ഒരു ക്യൂ ചാർജാണ്, ഒരു പ്ലസ് ക്യൂ ചാർജാണ് അല്ലെ. ബിയിലുള്ളത് ഒരു പ്ലസ് ക്യൂ ചാർജാണ്, സിയിലുള്ളതും പ്ലസ് ക്യൂ ചാർജാണ്. അപ്പൊ എയില് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആരൊക്കെ കാരണാടാ? ഈ സിയിലുള്ള ചാർജ് കാരണം, അതേപോലെ തന്നെ ഈ ബിയിലുള്ള ചാർജ് കാരണം. സിയിലുള്ള ചാർജ് ഇവൻ എന്താ ചെയ്യുക? റിപ്പലാ ചെയ്യുക. കാരണം ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു റിപ്പൽഷൻ വന്നിട്ടുണ്ടാവും അല്ലെ, അങ്ങോട്ടേക്ക് ഒരു റിപ്പൽഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക, ആ എഫ് ഫോഴ്സിൽ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നോക്കിക്കോ, ഇവരുടെ ഇടയ്ക്ക് എന്താ, ഒരേ ചാർജ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം അല്ലേ. ഇതും എഫ് ഫോഴ്സ് ആയിരിക്കും, ഇതും എഫ് ഫോഴ്സ് അല്ലെ. ഇവരും റിപ്പലാ ചെയ്യുക, കാരണം ഈക്വൽ ചാർജ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ലൈക്ക് ചാർജ് ആണ്, അവർ റിപ്പൽ ചെയ്യും അല്ലെ. അപ്പൊ രണ്ട് ഫോഴ്സ് ഇങ്ങനെ വന്ന്. ഓക്കെ, ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? നിങ്ങൾ ആലോചിച്ചു, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിളാ, ഇവിടെ 60, അപ്പൊ ഇവിടെ എത്രയാ വരിക? 60. അപ്പം ഇതിന്റെ നെറ്റ് ഫോഴ്സ്, ഈ എയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ, അല്ലെങ്കിൽ എയിലുള്ള ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ വെച്ച് നിങ്ങൾ എന്താ പറയേണ്ടടാ? √3f ആണ്. എഫിന്റെ വാല്യൂ കൂടെ ഇട്ട് കൊടുത്തോ, √3 എന്തായിരുന്നു? കെ Q1 Q2 എന്താ, രണ്ടും ക്യൂ അല്ലേ, അപ്പൊ KQ²/R². ഇതായിരിക്കും എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡിലും ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട് കണ്ടോ, എല്ലാ സൈഡും സെയിം അല്ലേ. ഇനി നോക്കിക്കോ, ഈ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും, അല്ലെങ്കിൽ എന്റെ മുകളിലുള്ള ചാർജിന്റെ മുകളിൽ ബാക്കിയുള്ളവർ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? പറഞ്ഞോ, ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം, റിപ്പൾഷൻ അട്രാക്ഷൻ, ആ ഒരു ഐഡിയ ഉണ്ടാവണം. നോക്കിക്കോ, ഇവിടെ ക്യൂ, ഇവിടെയും ക്യൂ, അതായത് രണ്ടും പോസിറ്റീവ് അല്ലേ. അപ്പൊ എന്തായാലും റിപ്പൽ ചെയ്യും, എയിലുള്ള ചാർജിന് ഇവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ഈ ഡയറക്ഷൻ റിപ്പൽ ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കോ, ബിയിലുള്ള ചാർജ് ഇവർ എന്താ ചെയ്യുക? അതും റിപ്പലാ ചെയ്യുക, ഈ ഡയറക്ഷൻ അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, ഒരു 90 ഡിഗ്രി ആംഗിൾ അവിടെ വന്നു ഓൾറെഡി. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇവിടെ സിയിൽ ഒരു ചാർജ് ഉണ്ട് അല്ലെ, അതും ഈ എനെ എന്താ ചെയ്യുക? റിപ്പലാ ചെയ്യുക അല്ലെ, അതും റിപ്പലാ ചെയ്യാം, അതും റിപ്പൽ ചെയ്യുന്നു, അതും റിപ്പൽ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സിന്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കോ, ഈ ഡയഗണലിലെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കുംടാ? √2r ആയിരിക്കും അല്ലെ, √2r. ഓക്കെ, √2r ആയിരിക്കും. അത് നിങ്ങൾക്ക് സംശയമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം അല്ലെ. അപ്പൊ ഈ ക്യൂവിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാൻ പോവാ. ശ്രദ്ധിച്ചു നോക്കിക്കോ, ഇവർ രണ്ടുപേരും കാരണം, അതായത് ഡിയിലുള്ള ബിയിലുള്ള ചാർജ് കാരണം എത്ര ഫോഴ്സ് ഉണ്ടാവുക? ഈ 90 ഡിഗ്രിയിൽ എഫ് വന്ന് വിചാരിക്കും, എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു √2f കിട്ടി. ഇവർ രണ്ടുപേരും കാരണം ഇവിടെ എന്ത് കിട്ടി? ഒരു √2f കിട്ടി. പിന്നെ ഇവിടെ എന്തോ ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, നോക്കിക്കോ, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്,
സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് √2r. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് എത്ര ആയിരിക്കും പറഞ്ഞോ? 1/4πε0 അല്ലെങ്കിൽ എന്താ k × Q²/√2r² അല്ലേ, √2r². അങ്ങനെയാണ് എന്താ കിട്ടുക? kQ²/2r². നോക്കിക്കോടാ, ഈ രണ്ട് ഫോഴ്സ് എത്രയായിരുന്നു? അതായത് ഈ രണ്ട് ഫോഴ്സ്, അതായത് ബിയും എയും ഉള്ള എത്രയായിരുന്നു? kQ²/r² ആയിരുന്നു അല്ലേ. അപ്പം ഈ ഫോഴ്സ് അതിന്റെ പകുതിയാ, അതായത് ഇവൻ F/2 ആണ്. F/2 ഇവിടെ ഒരു F/2 ഫോഴ്സ് ഉണ്ട്, ഇവിടെ √2f ഉണ്ട്. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടി. നോക്കിക്കോ, നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ √2f + F/2. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാടാ? √2 + 1/2 × f. f എത്രയായിരിക്കും? ഇതാ f ആയിട്ട് എത്ര ഇപ്പൊ എടുത്തതാ? kQ²/r². kQ²/r². ഇതായിരിക്കും എന്ത് വരിക? ആൻസർ വരിക √2 + 1/2 kQ²/r². ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഞാൻ അടുത്ത് നോക്കിക്കോ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് നോക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിക്കോ, ഇവിടെയും ക്യൂ അല്ലേ. അപ്പം എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇവിടെയുള്ള ചാർജിനെ അത് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയോ, ബിയിലുള്ള നെഗറ്റീവ് ചാർജാ, അപ്പൊ ഇവൻ എന്താ ചെയ്യാ? അട്രാക്റ്റാ ചെയ്യാ. ഓക്കെ, അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാ. ഇവിടെ 60 ആയി. ഇനി ഇവിടത്തെ ആംഗിൾ എത്ര ആയിരിക്കും? അത് 180 - 60 ആയിരിക്കും, അതായത് ഇവിടെ 120 ആയിരിക്കും. ഈ രണ്ട് ഫോഴ്സ് സെയിം അല്ലേ? ക്യൂ ആണല്ലേ, രണ്ട് ചാർജും സെയിം ആണ്. ക്യൂ ഇതും ക്യൂ അല്ലേ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആയി ഉണ്ടല്ലോ. അപ്പൊ ഇതും എഫ് ഇതും എഫ്. ഓക്കെ, അങ്ങനെയാണ് രണ്ട് എഫും 120 നിൽക്കുക. അങ്ങനെയാണ് എനിക്ക് എന്ത് എഴുതാടാ? എഫ്. അതായത് ആൻസർ എന്താ കിട്ടുക? kQ²/r². ആൻസർ വരും അല്ലേ. ഇങ്ങനെയാണ് ഈ സൂപ്പർ പൊസിഷന്റെ പ്രോബ്ലം സോൾവ്. ഈ ഒരു ഐഡിയ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്താടാ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കോ, അടുത്ത് നോക്കിക്കോ, ഇവിടെ നോക്കിയോ, നമ്മൾ നെറ്റ് ഫോഴ്സ് കാണാൻ പോവാ. വീണ്ടും നോക്കിക്കോ, ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കറക്റ്റ് സെന്ററിൽ എന്താണ്? ഒരു ചാർജ് ക്യൂ ഉണ്ട്. പിന്നെ ഈ എല്ലാ വേർട്ടെക്സിലും ക്യൂ ചാർജുകൾ ഉണ്ട്. അങ്ങനെയാണ് ഈ സെന്ററിലുള്ള ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇവിടെയുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ചാർജിനെ നോക്കിയാൽ ഈ ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എല്ലാവരും ഒരേപോലെ പിടിച്ച് തള്ളുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ. 0 ആയിരിക്കും. നിങ്ങൾ റിസോൾവ് ഒക്കെ ചെയ്താലും നിങ്ങൾക്ക് 0 കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എഫും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 120 ആണ്. അപ്പം എഫ് അങ്ങോട്ടേക്ക് വന്നു, ആ എഫും ഈ എഫും ക്യാൻസൽ ആയി പോകും. എഫ് നെറ്റ് 0 കിട്ടും. ഓക്കെ, ഇനി നോക്കും, ഇതേപോലത്തെ ഒരു സ്ക്വയർ ചുറ്റും എന്താണ്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, സെന്ററിൽ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും? ആലോചിച്ച് നോക്ക്. ഈ -q ഇതിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ -q ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ എല്ലാവരും ഒരേപോലെ പിടിച്ചു വലിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 തന്നെയല്ലേ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നെ ഇവിടുന്ന് ഒരാൾ പിടിച്ചു വലിക്കുന്നു, അതേപോലത്തെ ഫോഴ്സ് തന്നെ അപ്പുറത്തുനിന്ന് വേറൊരാൾ പിടിച്ചു വലിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എഫ് നെറ്റ് 0 കിട്ടി. ഇതേപോലത്തെ ഈ ഒരു ഫിഗർ നോക്കിയാൽ, ഈ ഒരു ഫിഗർ ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്, ഇവിടെ രണ്ടും എന്താണ്? പ്ലസ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ എന്താടാ? അതേപോലത്തെ ഒരു പ്ലസ് ചാർജ് അവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നോക്ക്, ഈ ക്യൂ ഇതിനെ റിപ്പൽ ചെയ്തു അങ്ങോട്ടേക്ക്, ഈ ക്യൂ ഇതിനെ ഇങ്ങോട്ടും റിപ്പൽ ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? ചിന്തിച്ച് നോക്ക്, 120 ആയിരിക്കും അല്ലേ. 120 ആയിരിക്കും. അങ്ങനെയാണ് എഫും ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 120 ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്ര ആയിരിക്കും? എഫ് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. പിന്നെ നോക്കിയോ, ഈ -q ഇതിനെ എന്താ ചെയ്യുക? ഈ -q അതിനെ അട്രാക്റ്റാ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു എഫ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. r ഡിസ്റ്റൻസ് ഇപ്പോൾ ഇതായിട്ടാണ് എടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോടാ, kQ/r² അങ്ങോട്ടേക്ക് ഉണ്ട്. പിന്നെന്താണ്? ഇവർ രണ്ടുപേരും കൂടെ സോൾവ് ചെയ്യുമ്പോൾ വേറൊരു അതേ എഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് നെറ്റ് ഫോഴ്സ് 2f കിട്ടി. ആ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? kQ²/r² അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഫോഴ്സിൽ ഇങ്ങനത്തെ ഒരുപാട് സൂപ്പർ പൊസിഷൻ ടൈപ്സ് വരാം. ഓക്കെ, ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് വരാം? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതായത് ഇങ്ങനെ രണ്ട് ചാർജ് തന്നിട്ട് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ അത് ഇനി നോക്കിക്കോ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പം നോക്കിയാ, എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട് വിചാരിക്കും, ഇത് എൻ്റെ കയ്യിലൊരു ചാർജാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു ചാർജ് ഉണ്ട് വിചാരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചാർജ് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ചാർജിന് ഒരു അട്രാക്ഷനോ റിപ്പൾഷനോ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. കാരണം നിങ്ങൾ എത്രയോ ദൂരത്താണ് കിടക്കുന്നത് അല്ലേ. അപ്പം നോക്കുക, ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പം എന്താ? ഫോഴ്സ് ഉണ്ടാവുമോ? ഫോഴ്സ് ഉണ്ടാവില്ലല്ലോ. r കൂടുന്നു,
എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആർ സ്ക്വയർ അല്ലേ, ആർ കൂടുകയാണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവുമോ? ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ചാർജ് എടുത്ത് വന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് കയറി ഏകദേശം ഇവിടേക്ക് എത്തുമ്പം ഈ രണ്ട് ചാർജുകളും പരസ്പരം അട്രാക്ഷനോ റിപ്പൽഷനോ ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അതിൻ്റെ കാരണം എന്താ? ഒരു ചാർജിൻ്റെ ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലേക്ക് വേറൊരു ചാർജ് വന്നാലേ ഇവിടെ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇസ് ഫെൽറ്റ്. അപ്പോൾ ഈ ക്യൂ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ചാർജിന്റെ ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഞാനിപ്പോൾ ഈ യെല്ലോ ലൈൻ വെച്ച് ഒരു ബോർഡർ പോലെ ആക്കിയില്ലേ, ഇതാണ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ ഒരു ബോർഡർ ആയിട്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചാർജ് ഇതാണ് വിചാരിക്കും, ഇതാ. അപ്പോൾ ആ ചാർജ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തുകയാണെങ്കിൽ ഇവർക്ക് പരസ്പരം എന്ത് ചെയ്യും? ഫോഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പുറത്താണെങ്കിൽ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യൂല. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലടാ? ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നോക്കണ്ടേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നോക്കിക്കോ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യണം. നോക്കിക്കോ, ഈ പോയിന്റുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഞാൻ മെഷർ ചെയ്യാൻ പോവാം. എങ്ങനെയാണ് മെഷർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കാണേണ്ട പോയിന്റിലേക്ക് ഞാനൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം. ടെസ്റ്റ് ചാർജ് പറഞ്ഞാൽ ഒന്നുമില്ലടാ, മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതിനാണ് ടെസ്റ്റ് ചാർജ് പറയുക. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ആ ടെസ്റ്റ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്താടാ, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ജസ്റ്റ് ആ ഡെഫിനേഷൻ വായിച്ചു നോക്കോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് Q0 എന്നൊക്കെ പറയും. Q0 ഇതിനാണ് ടെസ്റ്റ് ചാർജിന് Q0 എന്നൊക്കെ പറയാം. ആ Q0 എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ഇല്ലേ, ആ ഫോഴ്സിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ Q0 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞോ, F is equal to 1/4πε0 Q0/r², അല്ലേ? ഈ ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്, അല്ലേ? പോയിക്കോ, F is equal to 1/4πε0 Q1Q0/r². ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ടേം അങ്ങ് പോയിട്ടുണ്ടാവും, അല്ലേ? ബാക്കിയുള്ള എന്താ? E is equal to 1/4πε0 Q/r². മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്താ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അല്ലേ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ. E is equal to 1/4πε0 Q/r². അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2/r² ആയിരുന്നു. ഇവിടെ ഒരു Q ഉണ്ടാവുള്ളൂ ന്യൂമറേറ്ററിൽ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേഴ്സസ് ആ ഡിസ്റ്റൻസ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് കിട്ടുക, അല്ലേ? കിട്ടി. ഇനി നോക്കിക്കോളാം. ഇപ്പോൾ നോക്കിക്കോ, എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കിക്കോ, ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ 1/4πε0 Q/r² കിട്ടിയത്? അത് ഈ ഫോഴ്സിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയത്. അങ്ങനെയാണ് F is equal to QE എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ അങ്ങനെയാണ് വരുന്നത്. F is equal to QE എന്ന് നിങ്ങൾ പറയല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ലോജിക്ക് എന്താ? അതായത് നിങ്ങളൊരു Q ചാർജിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, Q ചാർജിനെ എടുത്തിട്ട് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു Q ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F is equal to QE. നിങ്ങളൊരു Q0 ചാർജിനെ എടുത്തിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും എന്താണ്? F is equal to Q0T. ഐഡിയ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് വരികയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F is equal to Q. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ്റെ ഐഡിയ അതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തതിലേക്ക് കിടക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ്. അതായത് നമ്മൾ പഠിച്ചു ഏതാ? സൂപ്പർ പൊസിഷൻ പഠിച്ചു, ഫോഴ്സിൻ്റെ, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരും, അല്ലേ? എന്നാലും നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ Q1 ചാർജ് ഉണ്ട്, ഇവിടെ Q2 ചാർജ് ഉണ്ട്, Q3 ചാർജ് ഉണ്ട്. Q1 ചാർജ് R1 ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ Q2 ചാർജ് R2 ഡിസ്റ്റൻസ് ആയിട്ടാണ് ഈ പോയിന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. Q3 ഡിസ്റ്റൻസ് ഈ പോയിന്റ് തമ്മിൽ R3 ഡിസ്റ്റൻസും ഉണ്ട്, അല്ലേ? R2 R3 എല്ലാ ഡിസ്റ്റൻസും അവിടെ ഉണ്ട്. നമ്മളോട് ചോദിച്ചാൽ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനാണ്. അങ്ങനെയാണ് ഒന്നുമില്ലടാ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ ഫോഴ്സ് എഴുതിയ പോലെ തന്നെ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്റ്റർ സമ്മം എടുത്താൽ മതി. ഓക്കെ, അതായത് E is equal to വെക്റ്റർ E1 പ്ലസ് വെക്റ്റർ E2 പ്ലസ് വെക്റ്റർ E3 പ്ലസ് ഇനി n നമ്പർ ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ
ടിൽ വെക്ടർ en വരെ അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് ഈ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ കോൺഫിഗറേഷൻസ് ഒക്കെ നോക്കിയാലോ. അപ്പം ഇതാണ് ഇവിടെ നോക്കിക്കോ, നമ്മളോട് ചോദിക്കുക എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ പറഞ്ഞു, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാം, എന്നിട്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കിയാൽ പോരെ. നോക്കാം. അപ്പോൾ നോക്കിക്കോ, ഈ ക്യൂ എന്ത് ചെയ്യടാ, ഈ ക്യൂ നോട്ടിന് എന്ത് ചെയ്യും, എന്താ ചെയ്തിട്ടുണ്ടാവുക, റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ടെസ്റ്റ് ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തായിരുന്നു, എന്താണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം എന്താ, ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിട്ടുണ്ടാവും പറഞ്ഞേ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 60 ആയിരിക്കും അല്ലേ. ഇവിടെ 60 ആണെങ്കിൽ അവിടെയും 60. ഓക്കെ, അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ നെറ്റ് എത്ര ആയിരിക്കണം ആലോചിച്ച് നോക്ക്. ഇവിടെ നോക്കിയോ, ഈ പോയിന്റിൽ KQ/R² ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ഈ പോയിന്റിൽ KQ/R² ഇതും ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ KQ/R² KQ/R² 60 നിൽക്കുക. ഓക്കെ, അതായത് ഇയും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ 60 ഡിഗ്രിയിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ √3e ആയിരിക്കും അല്ലേ. ഈൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഈൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ വരിക, Q/R² അല്ലേ. അങ്ങനെയാണെങ്കിൽ √3 KQ/R². ഓക്കെ, ഫസ്റ്റത്തെ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണ്. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ പറഞ്ഞു. അത് നിങ്ങൾ എന്താ ചെയ്യുക നോക്ക്, ബാക്കിയുള്ള എല്ലാ സൈഡിലും Q ചാർജ് ഉണ്ട്. അപ്പോൾ എയിലേക്ക് നിങ്ങളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരിക. ഇനി ആ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ എന്താ ഇപ്പോൾ നടക്കുന്നത് നോക്കിയാൽ പോരെ. ഈ Q എന്ത് ചെയ്യടാ, ഈ ടെസ്റ്റ് ചാർജിനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. നോക്ക്, ഈ Q ഇതിനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഇനി നോക്കിക്കോ, ഈ Q എന്ത് ചെയ്തിട്ടുണ്ടാവും, അവൻ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഇനി നോക്കി, ഇവിടെ ഒരു Q ഉണ്ട്, ആ Q എന്താ ചെയ്യുക, ഇവനെ റിപ്പൽ തന്നെയാ ചെയ്യുക അല്ലേ. പക്ഷേ ഇവൻ റിപ്പൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് വേറെ അല്ലേ. ഇവനും R ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവൻ എന്ത് ഡിസ്റ്റൻസ് ആയിരിക്കും, √2R, ഡയഗണൽ അല്ലേ, √2R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂടാ, ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കോ ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഇത് രണ്ടും KQ/R², അതായത് ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ KQ/R², അതേപോലെ തന്നെ ഇതും KQ/R² ഈ പോയിന്റിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇപ്പം ഞാൻ ആയിട്ട് എടുക്കുകയാണ്. E എന്ന് പറഞ്ഞാൽ KQ/R². ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഈ രണ്ടും നോക്കിയാടാ 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത് അല്ലേ, 90 ഡിഗ്രിയിൽ. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ട് എന്താ കിട്ടുക, √2e എന്ന് കിട്ടും. സംശയമൊന്നുമില്ലല്ലോ, ഇയും ഇങ്ങനെ 90 ഡിഗ്രി നിൽക്കുകയാണ്, എനിക്ക് √2e കിട്ടും. പിന്നെ നോക്കിക്കോ, ഇവിടെ ഒരു ഇത് കണ്ടോ, ഇവിടെ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ കണ്ടോ. ഓക്കെ, അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, അതൊന്ന് ചിന്തിച്ച് നോക്ക്. E നോക്കിക്കോ, K ഇൻറ്റു Q തന്നെ, Q/, ഡിസ്റ്റൻസ് എത്രയാടാ, √2R². ഇങ്ങനെയാണ് ആൻസർ എത്ര വരിക, KQ/2R², അതായത് നേരത്തെ ഇതിൻ്റെ പകുതി. ഓക്കെ, അതായത് ഇവിടെ √2e ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഇത് കാരണം ഒരു E/2 ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ നെറ്റ് എത്ര ആയിരിക്കും, ഈ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2e + E/2. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാടാ, √2 + 1/2 e എന്ന് എഴുതാം. ഈൻ്റെ വാല്യൂ നിങ്ങൾക്ക് എഴുതാം, എന്താണ് KQ/R² വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ √2 + 1/2 KQ/R² എന്ന് കിട്ടി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫോഴ്സിൽ ചെയ്ത അതേ ഒരു സംഭവം തന്നെ കേട്ടോ, ഇനി നോക്കിക്കോ, ഫൈൻഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. എന്താണ്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ സെൻട്രോയിഡിലുള്ള എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സ് നോക്കിയാൽ പോരാ, അപ്പം കിട്ടൂല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നോക്കിക്കോടാ, ഈ Q അതിനെന്താ ചെയ്യുക, റിപ്പൽ ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് അല്ലേ, ആ Q അതിനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നോക്കി, ഈ Q ഇതിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും, ഇവൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ പുഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് എത്ര ആയിരിക്കുംടാ, 0 ആയിരിക്കും. അവിടെ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അടുത്തതിലേക്ക് വന്നു നോക്കിക്കോ, ന്യൂട്രൽ പോയിന്റ് എന്താണെന്ന് പഠിക്കാം. ന്യൂട്രൽ പോയിന്റ് ഒന്നുമില്ലടാ, ഒരു രണ്ട് ചാർജുകളുടെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആവണ പോയിന്റാണ് എന്ത് വിളിക്കുക, ന്യൂട്രൽ പോയിന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പോയിന്റ് വേർ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവണ പോയിന്റാണ് എന്ത് പറയുക, ന്യൂട്രൽ പോയിന്റ് എന്ന് പറയാം. അപ്പം നമുക്ക് ചാർജുകൾ രണ്ട് കേസായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഞാൻ ലൈക്ക് ചാർജ് വെക്കുക. ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ചാർജ്. നോക്കിക്കോ, രണ്ടും പോസിറ്റീവ് ചാർജ് അല്ലേ, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവരുടെ ന്യൂട്രൽ പോയിന്റ് എവിടെയായിരിക്കും, നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ന്യൂട്രൽ പോയിന്റ് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ് പോയിന്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ മെഷർ ചെയ്യുക, ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് നോക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഏത് പോയിന്റിൽ വെക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ
ചാർജുകളുടെ ഉള്ളിൽ വെക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചാർജിൻ്റെ പുറത്ത് പോയി കൊണ്ടുവയ്ക്കുമ്പോഴായിരിക്കും ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആവും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇവിടെ നിന്ന് കൊണ്ടുവച്ച് നോക്ക് ടെസ്റ്റ് ചാർജിനെ, ക്യൂവിനെ കൊണ്ടുവച്ച് നോക്ക്, ടെസ്റ്റ് ചാർജ് ക്യൂ നോട്ടിനെ കൊണ്ടുവച്ച് നോക്ക്, എന്താ സംഭവിക്കുക? ഇവൻ എന്ത് ചെയ്യും? അതിനെ റിപ്പൽ ചെയ്യും. ഇവനും എന്താ ചെയ്യുക? അതിനെ റിപ്പൽ ചെയ്യുക. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ 0 ആവാനുള്ളൊരു ചാൻസ് ഇല്ല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലേ. എന്നാൽ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കടാ, ഇവൻ ഇതിന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇവൻ ഇതിന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ 0 ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലൈക്ക് ചാർജ് ആണെങ്കിൽ ഈ ന്യൂട്രൽ പോയിന്റ് പറയുന്നത് ചാർജുകളുടെ ഇടയിലായിരിക്കും എന്ത് ന്യൂട്രൽ പോയിന്റ് വരിക. ഓക്കെ, അതും മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തേക്കായിരിക്കും നിൽക്കുക. നോക്കിക്കോ, ന്യൂട്രൽ പോയിന്റ് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ചാർജസ് ആൻഡ് ക്ലോസ് ടു ദ ചാർജ് വിത്ത് ലെസ് മാഗ്നിറ്റ്യൂഡ്. ഇതിൽ Q1 ഉം Q2 ഉണ്ടല്ലോ, ഇതിലിപ്പോൾ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളായിട്ട് എടുത്തത് ഞാൻ Q1-നെയാണ്. ഓക്കെ, അപ്പോൾ Q1-ന്റെ അടുത്തേക്കായിട്ടായിരിക്കും നിൽക്കുക. നോക്കിക്കോ, ഇപ്പം എവിടെയായിരിക്കും ന്യൂട്രൽ പോയിന്റ് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റിലായിരിക്കും ന്യൂട്രൽ പോയിന്റ് വരിക. ഓക്കെ, ന്യൂട്രൽ പോയിന്റ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ഡയറക്റ്റ് ഷോർട്ട് കട്ടിനൊന്നും ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ പോയിന്റ് ഈ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസിക്വൽ ടു ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്ത ആൻസർ കിട്ടും. പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇപ്പം നമുക്ക് കിട്ടാൻ പോണ ന്യൂട്രൽ പോയിന്റ് സ്മോളർ ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് വിട്ടിട്ടാണെങ്കിൽ ആ എക്സ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബൈ റൂട്ട് ഓഫ് Q2 ബൈ Q1 പ്ലസ് 1. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? ന്യൂട്രൽ പോയിന്റ് കാണാൻ പറ്റും. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാർജിൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടിയ ചാർജാണ്, Q1 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജാണ്. ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സെൻറ്റേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് D. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. ഇനി അതേപോലെ അൺലൈക്ക് ചാർജ് ആണ്, അതായത് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ന്യൂട്രൽ പോയിന്റ് വരെ എവിടെയായിരിക്കും? സെൻറ്ററിലായിരിക്കില്ല. ചിന്തിച്ച് നോക്കി, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് ക്യൂവിനെ കൊണ്ടുവച്ചു, Q0-നെ കൊണ്ടുവച്ചു, എന്താ സംഭവിക്കുക? ഇവൻ ഇതിനെ അട്രാക്ട് ചെയ്യും അല്ലേ, ഇവൻ ഇതിനെ എന്താ ചെയ്യുക? റിപ്പലും ചെയ്യും. അപ്പോൾ ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് 0 ആകാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ്? ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരണം. അപ്പോൾ പുറത്തായിരിക്കും അല്ലേ, പുറത്തായിരിക്കും. അപ്പോൾ ചാർജുകളുടെ ലൈൻ ജോയിനിങ്ങിലായിരിക്കില്ല, അതിൻ്റെ പുറത്തൊരു പോയിന്റിലായിരിക്കും. അതിൻ്റെ പുറത്ത് എവിടെയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തേക്കായിരിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞത് Q1 അല്ലേ, അപ്പോൾ Q1-ന്റെ അടുത്തേക്ക് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും ചിലപ്പോൾ എന്ത് വരിക? നമ്മളുടെ ന്യൂട്രൽ പോയിന്റ് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ന്യൂട്രൽ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ D ബൈ റൂട്ട് ഓഫ് Q2 ബൈ Q1 മൈനസ് 1. ചേഞ്ച് വരുന്നത് എന്താണ്? ലൈക്ക് ചാർജ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, എന്താണ് അൺലൈക്ക് ചാർജ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ പോയി നോക്കാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ലൈക്ക് ചാർജ് ആണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ചാർജുകളുടെ ലൈൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും, പിന്നെ അതുമാത്രമല്ല മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തേക്കും ആയിരിക്കും. ഓക്കെ, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ ചാർജുകളുടെ പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ ചാർജസ് ആയിരിക്കും, ആൻഡ് ക്ലോസ് ടു ദ വൺ വിത്ത് ലെസ് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തേക്കും ആയിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 point charges plus 4Q and plus Q are placed 30 cm apart. At which part on the line joining them is electric field 0? അതായത് ലൈക്ക് ചാർജ് അല്ലേ ഇവിടെ, നോക്കിയാൽ ഒരു പോസിറ്റീവ് 4Q ഉണ്ട്, ഒരു സാധാരണ Q ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു D ബൈ റൂട്ട് ഓഫ് Q2 ബൈ Q1 പ്ലസ് 1 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലൈക്ക് ചാർജ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി എല്ലാം അറിയണം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ചെറിയ ചാർജിൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ, ക്യൂവിൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഓർമ്മ ഉണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു D ബൈ റൂട്ട് ഓഫ് Q2 ബൈ Q1 പ്ലസ് 1. ഇത് ചെയ്താൽ അങ്ങ് ക്യാൻസർ കിട്ടും. നോക്കിക്കോ, D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? 30 cm ആണ്. ഓക്കെ, റൂട്ട് ഓഫ് Q2 ബൈ Q1, ഇതിൽ മാഗ്നിറ്റ്യൂഡ് കൂടിയ ആൾ 4Q ബൈ Q1 എത്രയാ? Q. ഇനി ഇവിടെ എന്തുണ്ടടാ? ഒരു പ്ലസ് 1 ഉണ്ടാവും അല്ലേ, പ്ലസ് 1. ഇക്വേഷനിൽ കണ്ടോ, പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇതും കട്ടായിപ്പോയി. അപ്പോൾ 30 ബൈ റൂട്ട് 4 പ്ലസ് 1 എന്ന് വെച്ചാൽ റൂട്ട് 4 എത്രയാടാ? 2. 30 ബൈ 2 പ്ലസ് 1 വിച്ച് മീൻസ് 30 ബൈ 3. അതായത് എത്രയാടാ? 10. എക്സ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ന്യൂട്രൽ പോയിന്റ് ഈ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്ത് നിന്ന് 10 സെൻറ്റിമീറ്റർ ദൂരത്തോട്ടാണ് കിടക്കുക. അപ്പോൾ അവസ്ഥ എന്തായിരിക്കും? നോക്കിക്കോ, ഇത് Q, ഇത് 4Q. ടോട്ടൽ ഉണ്ടായിരുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 10 സെൻറ്റിമീറ്റർ അപ്പുറത്താണ് ന്യൂട്രൽ പോയിന്റ് കിടക്കുന്നത്, ഈ ചെറിയ ചാർജിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. 5 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് എന്താണ്? 5 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് പ്ലസ് Q ആണോ? അല്ല. 5 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് 4Q ആണോ? അല്ല, ഇത് തെറ്റ് അല്ലേ. ഇനി അടുത്ത എന്താ? 20 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് Q ആണോ? ആലോചിച്ച് നോക്ക്, 20 സെൻറ്റിമീറ്റർ ആണോ? അല്ല, അത് തെറ്റ്. ഇനി അടുത്ത് നോക്കുക, 5 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് Q. 5 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് Q, അതുമല്ല. ഇനി അടുത്ത് നോക്കാം, 20 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് 4Q. അല്ലേടാ, ചിന്തിച്ച് നോക്ക്, ഇവിടുന്ന് 20 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്കല്ലേ അല്ലേ. ആലോചിച്ച് നോക്ക്, ഇത് 20 ആയിരിക്കൂലേ, ഇത് 10 ആണെങ്കിൽ അത് 20 ആയിരിക്കൂലേ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഫ്രം ചാർജ് 4Q. അപ്പോൾ ഇതാണ് എന്താടാ ആൻസർ വരിക. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക.
ഇനി അടുത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പഠിക്കാം. എന്താണ് ഫീൽഡ് ലൈൻസ് നോക്കാം. ഓക്കെ, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത് ധാരാളം ഇമാജിനറി ലൈൻസ് ഉണ്ട്. ഓക്കെ, ആ ഇമാജിനറി ലൈൻസ് അതിലൂടെ ആയിരിക്കും എന്ത് നമ്മളുടെ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കോ, ഇമാജിനറി ലൈൻസ് അലോങ് വിത്ത് എ ടെസ്റ്റ് ചാർജ് മൂവ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ വായിച്ചു നോക്ക്. ഇമാജിനറി ലൈൻസ് അലോങ് വിത്ത് എ ടെസ്റ്റ് ചാർജ് മൂവ്സ് വെൻ ലെഫ്റ്റ് ഫ്രീ. വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ടെസ്റ്റ് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും, അതാണ് എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഡയറക്ഷൻ, അല്ലെങ്കിൽ അതായിരിക്കും അതിൻ്റെ പാത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോവുക അല്ലേ. പിന്നെ ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരും. പിന്നെ എന്താണ്, ദേ വിൽ നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ ആൻഡ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതായത് പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല. ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് എന്തായാലും രണ്ട് ഡയറക്ഷൻ കിട്ടിപ്പോകും, അത് പോസിബിൾ അല്ല അല്ലേ. പിന്നെ എന്താണ്, അതേപോലെ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കില്ല. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ഒക്കെ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കഴിഞ്ഞ് ഇനി എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആയിരുന്നു അല്ലേ. ചാർജ് സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. അതായത് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരു നെഗറ്റീവ് ഉണ്ട്. ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്താ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു, അതിന് നമ്മൾ പി എന്നുകൊണ്ടാണ് സൂചിപ്പിച്ചത്. പി വെക്ടർ പി കൊണ്ടായിരുന്നു നമ്മൾ സൂചിപ്പിച്ചത് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ചാർജ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ Q × 2a ആയിരിക്കും എന്താ ഈ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, അപ്പം Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണല്ലേ, കൂളം. പിന്നെന്താ, ഇത് ഡിസ്റ്റൻസ് ആണല്ലേ, അതെന്താ മീറ്റർ. അപ്പോൾ കൂളം മീറ്റർ ആയിരിക്കും SI യൂണിറ്റ്. ഇതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. ഡയറക്ഷൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ പിന്നെ അടുത്ത് പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ, അതേപോലെ തന്നെ ഇക്വിറ്റോറിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. അതായത് ഇതൊരു ഡൈപോൾ -Q + Q. ഇതിൻ്റെ ഒരു ആക്സിയൽ പോയിന്റ് അപ്പുറത്തുള്ളൊരു പോയിന്റ് P എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതിൽ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ പക്ഷേ ഡെറിവേഷനിലൊക്കെ ഒന്നും കിടക്കുന്നില്ല, വെറുതെ ലെങ്ത് ആവും. ഓക്കെ, അപ്പോൾ E = 1/4πε0 2πr³ എന്നാണ് നമ്മൾ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ ഡൈപോൾ മൊമെന്റും എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു വെച്ചോ. നോക്കിക്കോ, ഇത് ഡൈപോളാണ് അല്ലേ, ഡൈപോളാണ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കോടാ. ഇവിടെ B കാരണം എന്ത് ചെയ്യും, ഇവൻ അങ്ങോട്ടേക്ക് നീങ്ങും. B കാരണം ഇവൻ അങ്ങോട്ട് നീങ്ങും. അതായത് ഇവിടെ ടെസ്റ്റ് ചാർജ് ആണല്ലോ കൊണ്ടുവെക്കുന്നത്. ഓക്കെ, അപ്പം ഇവൻ അവനെ റിപ്പൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നീങ്ങും. A എന്ത് ചെയ്യും, ഇത്രയും ദൂരം, അപ്പോൾ A കുറച്ച് ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. -Q അല്ലേ, അപ്പോൾ എന്താണ് യൂണിറ്റ് ചാർജിനെ ഇങ്ങോട്ടേക്ക് കുറച്ച് അട്രാക്റ്റും ചെയ്തിട്ടുണ്ടാവും. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും, കൂടുതൽ അങ്ങോട്ടേക്കല്ലടാ ഉള്ളത്. അതായത് B ആണ് ക്ലോസ് ആയി കിടക്കുന്ന പോയിന്റ്, അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്കായിരിക്കും അധികം ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് കിട്ടി. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനായി അല്ലേ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വിറ്റോറിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ, ഡൈപോളിന്റെ ഒരു ഇക്വിറ്റോറിയൽ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ വരെ എന്താണ്, E = 1/4πε0 p/r³ ആണ്. ഇവിടെ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്ര നോക്കാം. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാടാ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, ഇത് അങ്ങോട്ടേക്ക് അല്ലേ. ഈ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കാം. ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് അവനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു B ഉണ്ടാവുക. ഇനി നോക്കിക്കോ, A എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അത് ആ ടെസ്റ്റ് ചാർജിന് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ EA ഇങ്ങോട്ട് അല്ലേ. ഇനി നോക്കിക്കോ, ഇവരുടെ റിസൾട്ടന്റ് ഈ ഡയറക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നോക്കിക്കോ, ഡൈപോൾ മൊമെന്റ് അങ്ങോട്ടേക്ക്, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് അല്ലേ. അപ്പോൾ ആംഗിൾ എത്ര ആയിരിക്കും, ആംഗിൾ ബിറ്റ്വീൻ എന്താണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അതേപോലെ തന്നെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 180 ആയിരിക്കുമല്ലോ. ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, അപ്പോൾ 180 ഡിഗ്രി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നോക്കിക്കോടാ, ഈ പോയിന്റുകളൊന്നും അല്ലാണ്ട്, അതായത് ഈ പോയിന്റും അല്ലാണ്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്നൂടെ. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് E = 1/4πε0 p/r³ √3 cos² θ + 1. അതായത് ഇങ്ങനത്തെ ഒരു പോയിന്റ് വന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് θ ഡിഗ്രിയിലാണ് ആ ആംഗിൾ എങ്കിൽ നമുക്ക് ആംഗിൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഡൈപോളിന്റെ മനസ്സിലായില്ലേ. ഡൈപോളിന്റെ ഏതെങ്കിലും, അതായത് ഇക്വിറ്റോറിയലും അല്ല ആക്സിലും അല്ലാണ്ട് ഏതെങ്കിലും ഒരു പൊസിഷൻ തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് കടന്നാലോ. അടുത്തേക്ക് നോക്കാം. ടോർക്ക് ഓൺ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെക്കുകയാണെങ്കിൽ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ആയിക്കോടാ, ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ P×E അല്ലെങ്കിൽ PE sin θ എന്നൊക്കെയല്ലേ പഠിച്ചേ. P×E അല്ലെങ്കിൽ PE sin θ. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കോ, അതായത് ഡൈപോള് ഈ ഫീൽഡിന്
പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിലാണോ പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആയിട്ട് വെക്കുകയാണെങ്കിലാണോ ഏറ്റവും കൂടുതൽ ടോർക്ക് ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സൈൻ തീറ്റ മാക്സിമം ആവുകയാണെങ്കിൽ ടോർക്ക് മാക്സിമം ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ്റെ വാല്യൂ 90-ലല്ല മാക്സിമം ആവുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിലാണ് ടോർക്കിൻ്റെ വാല്യൂ എന്താവുന്നതാ മാക്സിമം ആവുന്നത്. ഓക്കെ, ഇനി എന്താണ് പാരലലോ ആൻറ്റി പാരലലോ ആയിട്ട് വെക്കുകയാണെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ അപ്പോൾ എന്താവും മിനിമം ആവും അല്ലേ. 0-യോ 180 ആവുകയാണെങ്കിൽ സൈൻ്റെ വാല്യൂ 0 ആവുന്നില്ലടാ. അപ്പോൾ ആ ഒരു ഐഡിയ ആണ്. നോക്കിക്കോ, വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ടോർക്ക് വിൽ ബി മാക്സിമം അല്ലേ. ടോർക്ക് മാക്സിമം കാരണം ഇവിടെ സൈൻ 90 വന്ന് ടോർക്ക് ഇസ് ഈക്വൽ ടു PE നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കോ, വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് പാരലൽ ഓർ ആൻറ്റി പാരലൽ, അതായത് 0 ഡിഗ്രിയിലോ 180 ഡിഗ്രിയിലോ വെക്കുകയാണെങ്കിൽ ടോർക്ക് മിനിമം ആയിരിക്കും, അത് 0 കിട്ടും. ടോർക്ക് മിനിമം വാല്യൂ 0 കിട്ടും. ഇത് എത്രയാ PE കിട്ടും. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. ഇനി നോക്കിക്കോ, വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഒരു റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് വിളിക്കുക യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറാണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് വിളിക്കുക യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പോയിന്റിലൊക്കെ എന്താ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ സെയിം ആണ്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E ആണ്, ഇതും E ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഡൈപോൾ വെച്ചിട്ടുണ്ട്. ഡൈപോൾ വെക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഈ ചാർജിന് എങ്ങോട്ടായിരിക്കും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇതൊരു പോസിറ്റീവ് ചാർജാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് F is equal to QE ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നോക്കിക്കോ, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായി അല്ലേ, അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായി. ഓക്കെ, ഇനി നോക്കിക്കോ, ഇവിടെ നെഗറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ F is equal to -QE, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക അല്ലേ. അപ്പം രണ്ടും E ആണ്, മീൻസ് F രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണോ E തന്നെയാണ് വരുന്നത്. കാരണം E മാറുന്നില്ല, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, E മാറൂല അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് പിടിച്ചു വലിച്ച്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് പിടിച്ചു വലിച്ച്, അങ്ങോട്ടും F ഇങ്ങോട്ടും F. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാടാ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നോക്കിക്കോ, നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഒരു ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. അങ്ങോട്ട് F ഇങ്ങോട്ടേക്ക് F. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാ? 0. ഓക്കെ, എന്നാൽ ടോർക്ക് ഉണ്ടാവില്ലേ? ടോർക്ക് ഉണ്ടാവും. ടോർക്ക് ഉണ്ടാവണം എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ, രണ്ട് സൈഡിൽ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ എന്താവും, ഇങ്ങനെ തിരിയാൻ തുടങ്ങും അല്ലേ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഉണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവും. അതാണ് ഈ പോയിന്റ്. വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ഉണ്ടാവില്ല, ടോർക്ക് എന്താ ഉണ്ടാകും. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റ് നോക്കുക. വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E1 ആണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E2 ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആകൂല, അതേപോലെ ടോർക്കും ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റും കൂടെ ഓർത്ത് വെക്കുക. വെൻ ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സും ഉണ്ടാവും, ടോർക്കും ഉണ്ടാവും. ഓക്കെ അല്ലേ, ഐഡിയ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പേജിലേക്ക് കടന്നാലോ. നോക്കിക്കോടാ, ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? എടാ, ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു എ സർഫസ്. നോക്കിക്കോ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു എ സർഫസ്, അതിനെ വിളിക്കുന്നതാണ് എന്താ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന, നോർമലായിട്ട് പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നോക്കാം. നോക്കിക്കോ, ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് കിടക്കാം. നോക്കിക്കോ, ഇതൊരു സർഫസ് ആണ്. ഇതിലൂടെ പാസ് ചെയ്ത ഒരു ഇലക്ട്രിക് ഫീൽഡാണിത്. നോർമലായിട്ടല്ല ഇപ്പോൾ പോയത്. ഓക്കെ, നമുക്ക് റിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് നോക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, അതിൻ്റെ ചുറ്റും ഞാനൊരു സെഗ്മെൻറ്റ് അസ്യൂം ചെയ്തു. എന്നിട്ട് നോക്കിക്കോ, അതിൻ്റെ ഒരു ഏരിയ വെക്ടർ ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്തു, DS. ഓക്കെ, ഇനി നോക്കിക്കോ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് ഞാൻ റിസോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കിതാ ഈ കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഈ കമ്പോണൻറ്റ് ഈ സൈൻ തീറ്റ. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു അവർ ഡെഫിനിഷൻ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു എ സർഫസ് ആയിരുന്നു എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ d∅ ഈസ് ഈക്വൽ ടു എന്താടാ? ഈ കോസ് തീറ്റ ഇൻറ്റു DS എന്ന് എനിക്ക് കിട്ടും അല്ലേ. d∅ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ കോസ് തീറ്റ ഇൻറ്റു DS എന്ന് കിട്ടും. ഓക്കെ, അതായത് ടോട്ടൽ ഫ്ലക്സ് കാണണമെങ്കിൽ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? φ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.ds എന്ന് കിട്ടും. φ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.ds എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്താണ് നമുക്ക് ഫ്ലക്സ് കാണാൻ പറ്റുന്നത് അല്ലേ. അതായത് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ ഏരിയ വെക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതാ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സയൻറ്റിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു. അതാണ് നമുക്ക് ഗോസസ് തിയറത്തിൽ വരുന്നത്, ഗോസസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത് നോക്കാം. അതായത് ദ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. അങ്ങനെയാണ് എന്താ ഗോസസ് തിയറം പറയുന്നത് അല്ലേ. ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഒരു ഗോഷ്യൻ സർഫസ് ഒക്കെ വരച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അധികം കാര്യങ്ങളൊന്നും കിടക്കില്ല, അതിൻ്റെ ഒരു ഐഡിയ മൊത്തം നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോടാ, ഈ
നോക്കിക്കോ, ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോണ ഗോഷൻ സർഫസിന്റെ ഷേപ്പോ ഏരിയ ഒന്നും ഇതിന് എന്താവുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ നോക്കുന്നത് ചാർജ് എൻക്ലോസ്ഡിനെ മാത്രമേ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. പിന്നെ അതെന്താ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. നോക്കിക്കോ, ഇതൊരു ക്ലോസ്ഡ് സർഫസാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? പറഞ്ഞു നോക്ക്. ഇത് ഡൈപോളാണ്, അതായത് -q + q ഉണ്ട്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ആയിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. കാരണം എന്താ, നമ്മൾ പഠിച്ചത് എന്താ, ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ എപ്സിലോൺ സീറോ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. എടാ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പഠിച്ചു വെച്ചോട്ടോ. എൻക്ലോസ്ഡ് അതായത് സർഫസിന്റെ ഉള്ളിലിരിക്കുന്ന ചാർജ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഗോഷൻ സർഫസിന്റെ ഉള്ളിലിരിക്കുന്ന ചാർജ് എത്രയാ? ഇവിടെ ഒരു -q ഉണ്ട്, ഇവിടെ ഒരു +q ഉണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് എത്രയാ? 0. അപ്പോൾ ചാർജ് ഇല്ല, ക്യൂ ഇല്ല, അപ്പോൾ ഫ്ലക്സ് ഉണ്ടാവുമോ? ഫ്ലക്സ് ഇല്ല. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോൾ നോക്കിയാടാ, ഇനിയിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ഒരു സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ് ക്യൂ ഉണ്ട്. നോക്കിക്കോ, ഒരു സ്ക്വയർ ഉണ്ട്, അല്ലെ ക്യൂബ് ഉണ്ട്. ഓക്കെ, ഒരു ക്യൂബ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ് ക്യൂ നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എടുത്തു, ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ് ക്യൂ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഏതിലായിരിക്കും ഫ്ലക്സ് കൂടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അതിനാണ് ഞാൻ ഈ പോയിന്റ് ഇവിടെ എഴുതിയത്. ഷേപ്പിന്, അതായത് ഗോഷൻ സർഫസിന്റെ ഷേപ്പിനോ അല്ലെങ്കിൽ അതിന്റെ ഏരിയനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉള്ളിലുള്ള ചാർജ് എത്രയാണെന്ന് നോക്കുന്നേ ഉള്ളൂ അല്ലേ. ഉള്ളിൽ എല്ലാവരുടെയും ചാർജ് സെയിമാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ പോയിന്റും കൂടെ ഇവിടെ നിന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാ അടുത്ത കാര്യം നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നോക്കിക്കോ, ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ അകത്ത് എൻക്ലോസ് ആക്കിയിട്ട് ഞാനൊരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എപ്സിലോൺ സീറോ അല്ലേ. നമുക്കറിയാം എൻക്ലോസ്ഡ് ചാർജ് ബൈ എപ്സിലോൺ സീറോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഒരു ഫേസിലൂടെ ഉള്ള ഫ്ലക്സ് എത്രയാന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 6 ഫേസിലൂടെയുള്ള ഫ്ലക്സ് ആണ്, അതായത് ടോട്ടൽ 6 ഫേസ് അല്ലേ ഇതിനുള്ളത്. 6 ഫേസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഒരു ഫേസിലൂടെ ഫ്ലക്സ് എത്ര ആയിരിക്കും? പറഞ്ഞേ, അതായത് 1/6 ഓഫ് ക്യൂ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും അല്ലേ. അതായത് 6 ഫേസിലൂടെയും ഉള്ള ഫ്ലക്സ് ആണ് ഈ ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിലൂടെ എത്ര ആയിരിക്കും? 1/6 ക്യൂ ബൈ എപ്സിലോൺ സീറോ അല്ലേ. പ്രശ്നമില്ലല്ലോ. ഇനി കോർണർ ആണെങ്കിൽ എത്ര കോർണർ ഉണ്ട്? നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, അതായത് ഉള്ളിലൊരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കോർണറിലൂടെയുള്ള ഫ്ലക്സ് എത്രയായിരിക്കും? ആലോചിച്ച് നോക്കടാ. 8 കോർണറും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ക്യൂ ബൈ എപ്സിലോൺ സീറോ. 8 കോർണറും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ക്യൂ ബൈ എപ്സിലോൺ സീറോ. അങ്ങനെയാണ് ഒരു കോർണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്ര ആയിരിക്കടാ? ക്യൂ ബൈ 8 എപ്സിലോൺ സീറോ അല്ലേ. ഇനി അതേപോലെ എഡ്ജ് ചോദിക്കുകയാണെങ്കിൽ നോക്കിക്കോ, 12 എഡ്ജും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ക്യൂ ബൈ എപ്സിലോൺ സീറോ. അങ്ങനെയാണ് ഒരു എഡ്ജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യൂ ബൈ 12 എപ്സിലോൺ സീറോ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാടാ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ലൈൻ ഓഫ് ചാർജ് ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ചാർജ് ഉണ്ട് വിചാരിക്കും. പോസിറ്റീവ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എന്താ, ഇതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ നമുക്ക് കാണുക എങ്ങനെയാ? നമ്മളൊരു ഗോഷൻ സർഫസ് അസ്യൂം ചെയ്യണം. അത് നമ്മൾ ഡെറിവേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഞാൻ അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നിട്ടാണ് എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോ. ജസ്റ്റ് ഞാൻ ഡെറിവേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈനെ പുറത്തെടുത്ത് നോക്കിക്കോ, എനിക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഞാൻ അസ്യൂം ചെയ്ത എന്താണ്? ഗോഷൻ സർഫസ് ഒരു സിലിണ്ടറിക്കൽ സർഫസ് അല്ലേ. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ എന്താണ് ഏരിയ എങ്ങനെ എഴുതാം? ഈ സർഫസ് ഏരിയ എങ്ങനെ എഴുതാം? 2πr × L എന്ന് എഴുതാം. 2πrl എന്ന് എഴുതാം അല്ലേ. 2πrl എന്ന് എഴുതാം. അത് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഇ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 2πr എപ്സിലോൺ സീറോ എൽ എന്ന് എനിക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഈ ക്യൂ ബൈ എൽ കണ്ടല്ലോ, ഈ ക്യൂ ബൈ എല്ലിന് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നൊക്കെയാണ് വിളിക്കുക. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? λ/2π എപ്സിലോൺ സീറോ ആർ എന്നൊക്കെ കിട്ടും. അങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയത് നമ്മൾ. ഓക്കെ, ഡെറിവേഷനുകൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ, നമ്മളിപ്പോൾ റിവിഷൻ പോലെയല്ല, നമുക്ക് കഴിഞ്ഞു, എക്സാം ആവാനായി. ഓക്കെ, അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു 2/2 കൊണ്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടൂടാ? 2λ/4π എപ്സിലോൺ സീറോ ആർ എന്ന് കിട്ടും അല്ലേ. 2λ/4π എപ്സിലോൺ സീറോ ആർ എന്ന് കിട്ടും.
അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഇവിടെ by4πε0 ഉണ്ട്. നമുക്ക് 1/4πε0 വേണേൽ k എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണ് ഇതിനെ വേണേൽ എങ്ങനെയും കൂടെ എഴുതാടാ, 2k λ എന്ത് എഴുതാം, r എന്ന് എഴുതാം. അതായത് 1/4πε0 ഞാൻ k എന്ന് എടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഇപ്പോൾ തന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ പഠിച്ചാൽ മതി, ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണ്ട. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ട് വിചാരിക്കും. ഇതാ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, ഇതാ അങ്ങനെയുള്ള ഒരു ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ട് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ അതിൻ്റെ ഇക്വേഷൻ ഇതാ വരിക. ഈ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഇൻ്റഗ്രൽ E.ds q/ε0 തന്നെയാണ്. ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഈ ഇൻറ്റു സർഫസ് ഏരിയ എത്ര അടിക്കടാ, അപ്പുറത്തെ ഒരു പ്ലെയിൻ ഉണ്ട് ഇപ്പുറത്തെ ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ. മീൻസ് ഒരു ഷീറ്റ് ആണെങ്കിൽ അപ്പുറത്തെ ഒരു സർഫസ് ഏരിയ ഉണ്ട് ഇപ്പുറത്തെ ഒരു സർഫസ് ഏരിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സർഫസ് ഏരിയ എ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ 2a എന്ന് എടുക്കാം, q/ε0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ E q/2a/ε0 എന്ന് എടുക്കാം. ഈ q/a എന്താ വിളിക്കുക, ചാർജ് ബൈ ദ ഏരിയ, അതിനെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നൊക്കെ വിളിക്കും. അങ്ങനെയാണ് E=σ/2ε0 നമുക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആറിനെ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. എത്ര ഡിസ്റ്റൻസിലുള്ളത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും അല്ലേ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഒരു റീജിയനിൽ മൊത്തം എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒന്നും മാറാൻ നിൽക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും അല്ലേ, പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ ഇതാ. സോ ഇറ്റ് പ്രൊഡ്യൂസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ എനിക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എന്താ ഈ ഗോസസ് തിയറത്തിൽ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷനുകൾ പഠിക്കുക കേട്ടോ, പഠിക്കാം. ഡെറിവേഷനിലൊന്നും നിങ്ങൾ ഈ ടൈമില്ലാത്ത ടൈമിൽ നോക്കണ്ട കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാടാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഹോളോ ഓർ സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഹോളോ ഓർ സോളിഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. കണ്ടക്ടിങ് സ്ഫിയറിൻ്റെയും നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഓർത്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, നോക്കിക്കോ, ഇൻസൈഡ് ആണെങ്കിൽ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഇൻസൈഡിലാണെങ്കിൽ നോക്കിക്കോ, ഇൻസൈഡിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇൻസൈഡിലാണെങ്കിൽ ഇല്ല. സർഫസിലാണെങ്കിൽ എന്താണ്, സർഫസിലാണെങ്കിൽ r വരുമ്പോൾ V=1/4πε0 q/r² വരും. ഔട്ട്സൈഡ് ആണെങ്കിൽ എന്താടാ, ഇതാ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടോ അല്ലേ. നോക്കിക്കോ, ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി പോവല്ലേ. അപ്പോൾ E=1/4πε0 q/r². അതായത് സർഫസിലുള്ളതാണ് ഇതാ ഈ r, അതായത് ഇതിൻ്റെ റേഡിയസ് ആണ് ഈ r എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് സ്മോൾ r ഡിസ്റ്റൻസിൽ ഇങ്ങനെ കുറഞ്ഞു പോകും അല്ലേ. പിന്നെ ഇതും കൂടെ ഓർത്ത് വെച്ച് നമുക്ക് പാഠത്തിൽ ടെക്സ്റ്റിലുള്ള എല്ലാവരും കണ്ടന്റ് നമ്മൾ എന്താ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഹോളോ ഓർ സോളിഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ എന്താണ്, ഇൻസൈഡ് അകത്തുള്ളത് എത്രയായിരിക്കും, അകത്തുള്ളത് 1/4πε0 qr/r³ അങ്ങനെയായിരിക്കും വരിക. അതാ ഗ്രാഫ് കണ്ടോ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക, ആറിന് പ്രപ്പോർഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. സെൻട്രലാണെങ്കിൽ 0 ആയിരിക്കും അല്ലേ, r-ന് 0 ഇട്ട് കൊടുത്താൽ മതി സെൻട്രലാണെങ്കിൽ. ഓക്കെ, സെൻട്രലാണെങ്കിൽ 0 ആയിരിക്കും. ഈ സർഫസിലാണെങ്കിൽ എന്തായിരിക്കും 1/4πε0 q/r². ഇത് r എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇത്. സർഫസിലാണെങ്കിൽ അപ്പോൾ E=1/4πε0 q/r². പിന്നെ ഔട്ട്സൈഡിലേക്കാണ് എന്താടാ E=1/4πε0 q/r² ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവിഷനിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ട് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ട് എന്താണ് എക്സാമിന് നല്ല മാർക്ക് തന്നെ എന്താണ് വാങ്ങിക്കാൻ നോക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.